പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. എല്ലാവരും ഒന്ന് കൈപൊക്കി പറഞ്ഞേ, പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നമുക്ക് പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥം അപേക്ഷിക്കാം. നന്മ നിറഞ്ഞ മറിയമേ, നിനക്ക് സ്തുതി. കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. ആമേൻ. നമുക്കിവിടെ പ്രൈസ് ദി ലോർഡ് പറയാനായിട്ട് ഒരു പ്രത്യേക കാരണമുണ്ട്. കാരണം കേരളത്തിലെ കത്തോലിക്ക കരിസ്മാറ്റിക് നവീകരണത്തിൻ്റെ ഗോൾഡൻ ജൂബിലി ആചരിക്കാൻ ഒരുങ്ങുന്ന ഈ സമയത്ത് കേരള കാരിസ് സർവീസ് ഓഫ് കമ്മ്യൂണിയൻ ഒരുക്കിയ ഈ ലീഡേഴ്സ് കോൺഫറൻസിലേക്ക്, ഗ്രാൻഡ് കോൺഫറൻസിലേക്ക് ഇത്രയും വ്യക്തികൾ കടന്നു വന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നിന്ന് നമ്മൾ ആ ഗോൾഡൻ ജൂബിലി തയ്യാറെടുപ്പ് ലോഞ്ച് ചെയ്യുകയാണ്. അപ്പം നമ്മുടെ ബഹുമാനപ്പെട്ട ഷാജിയും ബഹുമാനപ്പെട്ട അച്ഛനും ഒക്കെ പറയുമായിരുന്നു, ഞങ്ങൾക്ക് ഒത്തിരി സന്തോഷമുണ്ട്. കാരണം ഈ 1000-ലധികം വ്യക്തികൾ കടന്നു വന്നത് എല്ലാവരും ശരിക്കുള്ള ലീഡർഷിപ്പിലുള്ളവരാണ്. പിന്നെ ഷാജി എടുത്തു പറഞ്ഞൊരു കാര്യം ഇതാണ്, ആദ്യമായി നമുക്ക് 50ഓളം യൂത്ത് നമ്മുടെ മധ്യത്തിലുണ്ട്. YU4C, യൂത്ത് യുണൈറ്റഡ് ഫോർ ക്രൈസ്റ്റ്. എനിക്ക് ഒത്തിരി സന്തോഷം തോന്നി. ആദ്യമായിട്ടാണ് കരിസ്മാറ്റിക് നവീകരണത്തിൻ്റെ യൂത്ത് മിനിസ്ട്രി ഒരു ദിവസത്തെ പ്രോഗ്രാം മുഴുവൻ ഏറ്റെടുത്ത് രാവിലെ അവർ പ്രൈസ് ആൻഡ് വർഷിപ്പ് ചെയ്യുന്നത് കണ്ടു. MC ചെയ്യുന്നത് അവരാണ്. ഒത്തിരി സന്തോഷമുണ്ട്. കാരണം നമ്മൾ യുവജനങ്ങൾക്ക് അവസരം കൊടുത്ത് അവരെ വളർത്തുന്നത്. നമുക്കൊന്ന് കൈയടിക്കാം YU4Cക്ക് വേണ്ടി. ഞാൻ വന്നപ്പോൾ പ്രൈസ് ആൻഡ് വർഷിപ്പിൻ്റെ സമയത്ത് ഇവിടെ ഈ ചെറുപ്പക്കാർ നിൽക്കുന്നുണ്ട്. ഞാൻ ഓർത്ത് ഇന്നലെ എല്ലാവരും എൽഡേഴ്സ് ആയിരുന്നല്ലോ, ഇന്ന് എന്ത് പറ്റി, രാവിലെ എല്ലാവരും യൂത്താണ്. അപ്പം എല്ലാം ഒന്ന് മാറിയോ എന്ന് ഞാൻ ഓർത്തു. കാരണം അവരുടെ ശക്തമായൊരു സാന്നിധ്യം എനിക്ക് തോന്നുന്നത് കേരളത്തിൻ്റെ നവീകരണത്തിൻ്റെ വളർച്ചയാണ് ഇത് സൂചിപ്പിക്കുക. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. അപ്പം നിങ്ങൾ ഈ വന്നിരിക്കുന്നവരെല്ലാവരും നേതൃത്വ നിരയിലുള്ളവനാണ് കരിസ്മാറ്റിക്കിൻ്റെ. അപ്പോൾ ഇന്ന് നമ്മൾ കാണാൻ പോകുന്ന ഒരു വിഷയം, എന്നെ ഏൽപ്പിച്ചിരിക്കുന്ന വിഷയം ഇതാണ്, ആഗോള സഭയിൽ സഭയെ തൊട്ടുണർത്തുന്ന കരിസ്മാറ്റിക് നവീകരണം. അതായത് കരിസ്മാറ്റിക് നവീകരണം സഭയെ എങ്ങനെ സ്വാധീനിച്ചു എന്ന ആഗോളതലത്തിൽ അതിനെ പറ്റിയാണ്. അപ്പോൾ അത് തുടങ്ങുമ്പോഴേ ഞാൻ ആദ്യം നിങ്ങളോട് ചോദിക്കാൻ പോകുന്ന ഒരു ചോദ്യം ഇതാണ്, സഭയിൽ കരിസ്മാറ്റിക് നവീകരണം എന്ന് തുടങ്ങി. ആരെങ്കിലും എനിക്ക് ഉത്തരം തരണം. എഴുന്നേറ്റ് ഒന്ന് ഉത്തരം പറയാം. എല്ലാവരും കൂടെ പറഞ്ഞാൽ മനസ്സിലായില്ല. 1-2 പേര് എഴുന്നേറ്റ് പറയുക. എന്നാ കരിസ്മാറ്റിക് നവീകരണം സഭയിൽ തുടങ്ങിയത്? എല്ലാവരും കൂടെ പറയാം. 1900. ഓക്കെ. വേറെ അഭിപ്രായം ആർക്കെങ്കിലും ഉണ്ടോ? ഒരാൾ എഴുന്നേറ്റ് നിന്ന് കഴിഞ്ഞാൽ പറഞ്ഞു. എന്തോ ഒച്ചേ പറഞ്ഞേ. പ്രൈസ് ദി ലോർഡ്. നമ്മൾ അപ്പോസ്തല പ്രവർത്തനത്തിൽ 2-ാം അധ്യായത്തിൽ 1 മുതൽ 4 വരെയുള്ള വചനങ്ങൾ ഇങ്ങനെ കാണുന്നുണ്ട്. പെന്തക്കോസ്ത് ദിനമായപ്പോൾ അവരെല്ലാവരും ഒന്നിച്ചു കൂടിയിരുന്നു. കൊടുങ്കാറ്റ് പോലെ ഒരു സ്വരം കേട്ടു. അവർ ആയിരുന്ന ആ വീട് മുഴുവൻ നിറഞ്ഞു. ആ തീനാളുകൾ പോലെ ഉള്ള തീജ്വാലകൾ പോലെയുള്ള നാവുകൾ അവരുടെ ഓരോരുത്തരുടെയും മേൽ വന്ന് നിൽക്കുന്നത് അവർ കണ്ടു. അവരെല്ലാവരും പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞു. പരിശുദ്ധാത്മാവ് നൽകിയ വിവിധ ഭാഷകളിൽ അവർ സംസാരിച്ചു. പ്രൈസ് ദി ലോർഡ്. നമ്മൾ പറഞ്ഞത് തെറ്റാന്നല്ലോ കേട്ടോ. കാത്തോലിക്ക കരിസ്മാറ്റിക് നവീകരണം തുടങ്ങിയത് 1967 എന്നുള്ളത് ശരിയാണ്. പക്ഷേ നമ്മൾ ഈ ഒരു കാര്യം പലപ്പോഴും മറന്നു പോകാറുണ്ട്. ഈ കരിസ്മാറ്റിക് നവീകരണം തുടങ്ങിയത് സഭ ആരംഭിച്ചപ്പോൾ ആദ്യത്തെ പെന്തക്കോസ്തായിലാണ് സഭ പിറക്കുന്നത്.
സഭ പിറന്നത് കരിസ്മാറ്റിക് ആയിട്ടാണ്. പ്രൈസ് ദി ലോർഡ്. സഭയുടെ സ്വഭാവം കരിസ്മാറ്റിക് ആണ്. കാരണം പിറന്നു വീഴുന്ന ഒരു കുഞ്ഞ് ആദ്യം ചെയ്യുന്നത് എന്താ? പിറന്നു വീഴുന്ന കുഞ്ഞ് ആദ്യം ചെയ്യുന്നത് എന്താ? കരയുക ചെയ്യുന്നത്. അപ്പൊ സഭ അപ്പർ റൂമിൽ അവിടെ സഭ പിറക്കുകയാണ്. പിറന്നു കഴിഞ്ഞപ്പോൾ സഭയുടെ ആദ്യം ചെയ്തത് എന്താ? വചനം പറയുന്നുണ്ട്, ആദ്യം അവർ ചെയ്തത് എന്താ? ഇപ്പം വായിച്ചതാ. വിവിധ ഭാഷകളിൽ, ആത്മാവ് നൽകിയ വിവിധ ഭാഷകളിൽ അവര് പ്രൈസ് ദി ലോർഡ്. അപ്പൊ ആദ്യം സഭ ചെയ്തത് ഭാഷാവരത്തില് സ്തുതിക്കുകയായിരുന്നു, പ്രാർത്ഥിക്കുകയായിരുന്നു ചെയ്തത്. അപ്പൊ ഈ സഭ പിറന്നപ്പോൾ അത് കരിസ്മാറ്റിക് ആയിരുന്നു. പിന്നെ എന്തു പറ്റി അറിയാവോ? നമുക്കധികം ചരിത്രമൊന്നും അറിയത്തില്ല. ഞാൻ അവിടെ ഇരുന്നപ്പം നമ്മുടെ അലോഷ്യസ് അച്ഛൻ എന്നെ ഒരു പുസ്തകം കാണിച്ചു. അത് എൻ്റെ തന്നെ പുസ്തകമാണ്. ആത്മാവിൽ എന്നാൽ പ്രജ്വലിക്കപ്പെടുന്നവരെന്ന്. അച്ഛൻ്റെ കയ്യിൽ ആ കോപ്പിയുണ്ട്. കോപ്പിയായിട്ട് അച്ഛൻ വന്ന്. അപ്പോൾ അതിനകത്ത് ഞാൻ ഒത്തിരി റിസർച്ച് ചെയ്തിട്ട് ഈ കാര്യങ്ങൾ എഴുതിയിട്ടുണ്ട്. അതായത് സഭ ആദ്യകാലത്ത് കരിസ്മാറ്റിക് ആയിരുന്നു, എല്ലാവരും കരിസ്മാറ്റിക് ആയിരുന്നു. പക്ഷേ സഭ മുന്നോട്ട് പോയപ്പോഴേ 1-ാം നൂറ്റാണ്ട് 2-ാം നൂറ്റാണ്ടിലേക്കൊക്കെ വന്നപ്പോൾ ചിലർ അഭിപ്രായപ്പെട്ടു ഈ കാരിസംസ് ഒക്കെ സഭയുടെ ആദ്യം തുടക്കകാലത്തേക്ക് വേണ്ടി മാത്രമാണ് എന്ന്. പിന്നെ ഒരു മൊണ്ടാൻസ് എന്ന് പറഞ്ഞൊരു വ്യക്തി, മോണ്ടനിസം എന്ന് പറയുന്ന ഒരു മൂവ്മെൻറ്റ് പറഞ്ഞു, നമുക്ക് ഔദ്യോഗിക സഭയുടെ ആവശ്യമില്ല, ഇൻസ്റ്റിറ്റ്യൂഷണൽ ചർച്ചിൻ്റെ ആവശ്യമില്ല, നമുക്ക് വേണ്ടത് കരിസ്മാറ്റിക് സഭയാണ്, അപ്പോൾ കാരിസംസ് മതിയെന്ന്. അപ്പോൾ എന്ത് പറ്റി? ഔദ്യോഗിക സഭ ഈ കാരിസംസിനെ തള്ളി പറഞ്ഞു, നിരുത്സാഹപ്പെടുത്തി. അങ്ങനെ 3-ാം നൂറ്റാണ്ട് ആദ്യകാലമായപ്പോഴത്തേനും ഈ കാരിസംസ് സഭയിൽ ഇല്ലാതെയായി, അതിനെ പ്രോത്സാഹിപ്പിക്കാതെയായി. അപ്പോൾ അതിനുശേഷം നമ്മൾ കാണുന്നത് ചില വ്യക്തികൾ, വിശുദ്ധരുടെയൊക്കെ ജീവിതത്തിൽ ഈ പല കാരിസംസും വരദാനങ്ങൾ നമ്മൾ കാണുന്നുണ്ട്. അതുപോലെ പല പ്രാവശ്യം സഭയിൽ ഈ കരിസ്മാറ്റിക് നവീകരണ മുന്നേറ്റം പോലത്തെ കാര്യങ്ങൾ മുളച്ചു പൊങ്ങി വന്നു. പക്ഷേ അതിനെ ഒന്നും സഭ പ്രോത്സാഹിപ്പിച്ചില്ല, അല്ലെങ്കിൽ കുറച്ച് നാൾ നിന്ന് അതെല്ലാം ഇല്ലാതെയായി. അപ്പോൾ ഇങ്ങനെ നമ്മൾ മുമ്പോട്ട് പോകുമ്പോൾ ഈ കരിസ്മാറ്റിക് എലമെൻ്റ് സഭയിൽ കാണുന്നത് 19-ാം നൂറ്റാണ്ടിൻ്റെ അവസാന ഘട്ടം വരെ വലിയ കാര്യമായിട്ടുള്ള കരിസ്മാറ്റിക് നവീകരണത്തിൻ്റെ സാന്നിധ്യം നമ്മൾ സഭയിൽ കാണുന്നില്ല. അങ്ങനെയാണ് 19-ാം നൂറ്റാണ്ടിൻ്റെ അവസാന ഘട്ടമായപ്പോൾ ഒരു ബ്ലെസ്സഡ് എലേന ഗൗര എന്ന് പറയുന്ന ഒരു വിശുദ്ധയായ ഒരു കന്യാസ്ത്രീ, അവരൊരു മഠത്തിൻ്റെ സ്ഥാപകയാണ്. അവർ പരിശുദ്ധ പിതാവ് പോപ്പ് ലിയോ 13 ഒരു 20ഓളം കത്തുകൾ എഴുതിയിട്ട് പറഞ്ഞു, പരിശുദ്ധ പിതാവേ, പെന്തക്കോസ്ത തീർന്നിട്ടില്ല, പെന്തക്കോസ്ത ഇന്നും തുടരുന്നു. അപ്പോൾ സഭ വീണ്ടും മട്ടുപ്പാവിലേക്ക് തിരിച്ചു പോകണം, അപ്പർ റൂമിലേക്ക് തിരിച്ചു പോകണം എന്ന് ഈ കന്യാസ്ത്രീ പല പ്രാവശ്യം പരിശുദ്ധ പിതാവിനെ എഴുതി. പരിശുദ്ധ പിതാവിനെ പറ്റി ഒരു ബോധ്യം വന്നു. അപ്പോൾ പരിശുദ്ധ പിതാവ് 9 മെയ് 1897 ദിവീനും ഇല്ലൂദ് മൂനൂസ് എന്ന് പറയുന്ന ഒരു ചാക്രിക ലേഖനം എഴുതി. ആ ചാക്രിക ലേഖനത്തോടു കൂടി ഒരു ഡിക്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പരിശുദ്ധ പിതാവിൻ്റെ ഒരു ആജ്ഞയായിരുന്നു. ഈ പെന്തക്കോസ്ത നൊവേന ആദ്യമായിട്ട് സഭയിൽ പ്രചരിപ്പിച്ചത് പോപ്പ് ലിയോ 13 അപ്പോൾ ആ ചാക്രിക ലേഖനത്തോടു കൂടി ഈ ഡിക്രി ആയിട്ട് ഈ പെന്തക്കോസ്ത നൊവേന പ്രചരിപ്പിച്ചു. അങ്ങനെ സഭയിൽ മുഴുവൻ പെന്തക്കോസ്ത. അപ്പോൾ പരിശുദ്ധ പിതാവ് ആഗ്രഹിച്ചത് എല്ലായിടത്തും, എല്ലാ ഇടവകളിലും പെന്തക്കോസ്ത നൊവേന ഉണ്ടായിരിക്കണം. ഇപ്പോൾ പോലും അതില്ല, എല്ലാ ഇടവകളിലും ഉണ്ടായിരിക്കണം എന്ന് പരിശുദ്ധ പിതാവ് ആഗ്രഹിച്ചു. അപ്പോൾ അങ്ങനെ സഭയിൽ പെന്തക്കോസ്തയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ തുടങ്ങി. അങ്ങനെ സംഭവിച്ചപ്പോൾ എന്ത് പറ്റിയെന്നറിയോ? 1 ജനുവരി 2001 കരിസ്മാറ്റിക് നവീകരണം പൊട്ടിപ്പുറപ്പെടുകയാണ്. കത്തോലിക്ക സഭയിലല്ല ഇത് സംഭവിച്ചത്. USA കൻസാസ് എന്ന് പറയുന്ന പട്ടണത്തിൽ ബെഥൽ ബൈബിൾ കോളേജിൽ ഒരു ആഗ്നസ്, 30 വയസ്സുള്ള ഒരു പെൺകുട്ടി, ആഗ്നസ് എന്ന് പേരുള്ള ഒരു പെൺകുട്ടി ഭാഷാവരത്തിൽ സ്തുതിക്കുന്നു. ആദ്യമായിട്ടാണ് ഒരു സാധാരണ വ്യക്തി,
വിശുദ്ധരുടെയൊക്കെ ഇടയ്ക്കുണ്ടായിരുന്ന വരങ്ങളാണ് സാധാരണ വ്യക്തി. അതുകൊണ്ടാണ് ഞാൻ ഈ കൻസാസിൽ ഈ സ്ഥലത്ത് 2020 ഈ സ്ഥലത്ത് ഈ മുറിയിൽ പോകാൻ എനിക്ക് അവസരം കിട്ടി. ഇപ്പോൾ അതൊരു കത്തോലിക്ക സഭയാണ്. നേരത്തെ അത് ബൈബിൾ കോളേജ് കത്തോലിക്ക അല്ലായിരുന്നു. ഇന്ന് ഒരു കത്തോലിക്ക ഇടവകയുടെ ഭാഗമാണ്. അതൊരു അണ്ടർഗ്രൗണ്ടിലാണ്. അവിടെ ഒരു ഇരുണ്ട മുറിയിൽ അവിടെ വെച്ചാണ് ആ പെൺകുട്ടി ഭാഷാവരത്തിൽ പ്രാർത്ഥിച്ചത്. അപ്പോൾ അങ്ങനെയാണ് ഈ പെൻ്റെക്കോസ്റ്റലത്തിൻ്റെ തുടക്കം. അപ്പോൾ തുടങ്ങി നമ്മൾ കാണുന്നുണ്ട് ഈ 20ാം നൂറ്റാണ്ടിൽ നമ്മൾ കാണുന്നത് ഈ കരിസ്മാറ്റിക് നവീകരണം കത്തോലിക്ക സഭയിൽ വരുന്നതിന് മുമ്പ് മറ്റ് സഭകൾ പ്രചരിച്ച് ഏകദേശം 400 ദശലക്ഷം വ്യക്തികൾ ഈ കരിസ്മാറ്റിക് നവീകരണത്തിലേക്ക് വന്നു. കത്തോലിക്ക സഭയിലല്ല. അപ്പോൾ അതിനെ നമ്മൾ പറയുന്നത് ക്ലാസിക്കൽ പെൻറ്റിക്കോസ്റ്റൽസ്, നിയോ കരിസ്മാറ്റിക്സ് എന്നൊക്കെയാണ് ഇവരെ വിളിക്കുക. അപ്പം ഞാനെപ്പോഴും സഭയിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ കത്തോലിക്ക സഭ പ്രാർത്ഥിച്ചപ്പോഴാണ് ഈ നവീകരണം മറ്റ് സഭകളിലേക്ക് വന്നത്. അപ്പോൾ അതിന് ഒരു പ്രത്യേകതയുണ്ട്. ഈ 1 ജനുവരി 1901 പോപ്പ് ലിയോ 13 ആദ്യമായി സഭയിൽ ഒരു ഗാനം ആലപിച്ചു. അതിന്ന് നമ്മൾ പലപ്പോഴും ആലപിക്കുന്ന ഒരു ഗാനമാണ്. വേനി ക്രിയാത്തോർ സ്പിരിറ്റൂസ് എന്ന് പറഞ്ഞാൽ കം ക്രിയേറ്റർ സ്പിരിറ്റ്. മലയാളത്തിൽ എങ്ങനെ പറയും? എങ്ങനെയാ? സൃഷ്ടാവായ പരിശുദ്ധാത്മാവേ കടന്നു വരണമേ എന്നുള്ള ആ പ്രാർത്ഥന. അങ്ങനെ പ്രാർത്ഥിച്ച അതേ ദിവസമാണ് ഈ ആഗ്നസ് ഭാഷാവരത്തിൽ പ്രാർത്ഥിച്ചത്. പ്രൈസ് ദി ലോർഡ്. നമ്മളിതിൻ്റെ കണക്ഷൻ മനസ്സിലാക്കുന്നുണ്ടോ? ഒത്തിരി പേര് പലപ്പോഴും പറയാറുണ്ട് ഈ കരിസ്മാറ്റിക് നവീകരണം ഇപ്പോഴും പെന്തക്കോസ്റ്റലാന്ന് പറയാറുണ്ട്. പക്ഷേ ഞാനെപ്പോഴും പറയുക അങ്ങനെയല്ല, നേരെ തിരിച്ചാണ് സംഭവിച്ചത്. കത്തോലിക്ക സഭ പ്രാർത്ഥിച്ചപ്പോഴാണ് ഈ പെന്തക്കോസ്റ്റലിസം തുടങ്ങിയത്. വീണ്ടും മുമ്പോട്ട് പോകുമ്പോൾ നമ്മൾ കാണുന്നത് 1959 25 ജനുവരിയിൽ നമ്മുടെ പോപ്പ് ജോൺ 23 വീണ്ടും ഒരു പ്രാർത്ഥന ഇറക്കി. ആ പ്രാർത്ഥന അതായത് നമ്മൾ 2-ാം വത്തിക്കാൻ സൂനകദോസിൻ്റെ തയ്യാറെടുപ്പിന് വേണ്ടി ഇറക്കിയ പ്രാർത്ഥനയാണ്. അപ്പോൾ ആ പ്രാർത്ഥന തുടങ്ങുന്നത് ഇങ്ങനെയാണ്: റിന്യൂ യുവർ വണ്ടേഴ്സ് ഇൻ ദിസ് പ്രസൻറ്റ് ടൈം ആസ് ബൈ എ ന്യൂ പെൻറ്റിക്കോസ്റ്റ്. ഒരു പുതിയ പെന്തക്കൂസ്ത പോലെ നിന്റെ അത്ഭുതങ്ങളും അടയാളങ്ങളും വീണ്ടും സഭയിൽ ഉണ്ടാകട്ടെ എന്നാണ് പ്രാർത്ഥിച്ചത്. പ്രൈസ് ദി ലോർഡ്. അപ്പം ഇങ്ങനെ നമ്മൾ കാണുന്നത് വീണ്ടും സഭയിലേക്ക് ഒരു കരിസ്മാറ്റിക് നവീകരണം കടന്നു വരുന്നു. അതിനുവേണ്ടിയുള്ള പ്രാർത്ഥനകളാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ പ്രാർത്ഥിച്ച് നമ്മൾ ഒരുങ്ങുമ്പോൾ ഈ പുതിയ പെന്തക്കൂസ്ത നമുക്ക് സഭയിൽ ഉണ്ടാകുന്നു, നമ്മുടെ ഇടയ്ക്ക് ഉണ്ടാകുന്നു എന്നുള്ളതിൻ്റെ ഒരു തെളിവാണിത് നമ്മൾ കണ്ടത്. അപ്പം അങ്ങനെ സഭയിൽ ഈ പ്രാർത്ഥന നമുക്ക് ലഭിക്കുന്നത് 25 ഡിസംബർ 1961 62 2-ാം വത്തിക്കാൻ കൗൺസിൽ തുടങ്ങുന്നു. 62 മുതൽ 65 വരെ 2-ാം വത്തിക്കാൻ കൗൺസിൽ പോയി. അപ്പോൾ ഈ പറഞ്ഞ ഡേറ്റിലേക്ക് ഞാൻ വരുന്നത്. അപ്പോൾ എത്ര വർഷം പ്രാർത്ഥിച്ചു? 62, 63, 64, 65 ഏകദേശം 4 വർഷം സഭ പ്രാർത്ഥിച്ചു. എന്തിനു വേണ്ടിയാണ് പ്രാർത്ഥിച്ചത്? ഒരു പുതിയ പെന്തക്കൂസ്ത ഞങ്ങൾക്ക് തരണമേ എന്ന് സഭ പ്രാർത്ഥിച്ചു. അതിൻ്റെ ഫലമാണ് നമ്മൾ ഈ കണ്ട 1967 കണ്ട ഈ കരിസ്മാറ്റിക് നവീകരണം. അപ്പോൾ അതിൻ്റെ തുടക്കത്തെപ്പറ്റിയാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ ആ തുടക്കത്തെപ്പറ്റി പറയുമ്പം ഞാൻ നിങ്ങളെ ഒരു വീഡിയോ കാണിക്കാൻ ആഗ്രഹിക്കുക. ഈ വീഡിയോ അതായത് സഭ തുടങ്ങിയപ്പോൾ നമ്മുടെ സബ്ജക്റ്റ് ഇതാണല്ലോ, ആഗോള സഭയെ കരിസ്മാറ്റിക് നവീകരണം തൊട്ടുണർത്തുന്നതിനെ പറ്റിയാണ്. അപ്പോൾ ഈ തൊട്ടുണർത്തൽ ആദ്യത്തെ പെന്തക്കോസ്തായിൽ നടന്ന ഒരു സംഭവമാണ് എന്ന് കാണിക്കാൻ ഞാൻ നിങ്ങളൊരു വീഡിയോ കാണിക്കുക. അപ്പോൾ ആ വീഡിയോ നമുക്കൊന്ന് കാണാം. ആ വീഡിയോ ഈ ജെറുസലേമിൽ നടന്ന ആ സംഭവത്തെ വർണ്ണിച്ചുള്ള ഒരു വീഡിയോ ആണ്. നമ്മളൊന്ന് ജെറുസലേമിൽ നടന്ന ഒന്ന് കണ്ടു. Wake up, all of you. Wake. Come. What are we doing? We're praying.
Festival of Pentecost. Hallowed be your name. Your kingdom come. Your will be done on earth as it is in heaven. അപ്പോസ്തലന്മാർ ചെയ്യുന്ന കാര്യമാണ്. എല്ലാവരും പുറത്തു വന്നു. കാരണം അവിടെ ചെറിയ സംഭവമല്ല നടന്നത്. Now we can leave this place. Now spread his word. ആദ്യം ഈ ഉറങ്ങിക്കിടന്ന അപ്പസ്തോലന്മാരെ തൊട്ടുണർത്തിയ അതേ അനുഭവമാണ് നമുക്ക് കത്തോലിക്ക കരിസ്മാറ്റിക് നവീകരണത്തിൽ ആഗോള തലത്തിൽ അനുഭവിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. അവരെന്തനുഭവിച്ചോ അത് നമ്മൾ ഓരോരുത്തരും അനുഭവിച്ചു. അത് ആഗോള തലത്തിൽ സഭയിൽ അനുഭവിച്ചുകൊണ്ടിരിക്കുക. ഇപ്പോൾ നമ്മൾ ആദ്യം കണ്ടതുപോലെ 1967 ഇപ്പോൾ ഈ സഭ ഇങ്ങനെ പ്രാർത്ഥിച്ചു. രണ്ടാം വത്തിക്കാൻ സുനകദോസ് 1965 സമാപിച്ചു. അതിനുശേഷം 1967 ഫെബ്രുവരി മാസം 17, 18, 19 ദിവസങ്ങളിൽ ഒരു 29 വ്യക്തികൾ അവർ ഡുക്കെയിൻ യൂണിവേഴ്സിറ്റിയിൽ സ്റ്റുഡൻസ് ആയിരുന്നു. അവരുടെ ഒരു പ്രൊഫസർ, രണ്ട് പ്രൊഫസർ, അവരുടെ സ്പിരിച്വൽ ഡയറക്ടർ, ഒരു പ്രൊഫസറുടെ ഭാര്യ, ഇങ്ങനെ 29 പേര് ആർക്ക് ആൻഡ് ദ ഡൗ, നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ആർക്ക് ആൻഡ് ദ ഡൗ എന്ന് പറഞ്ഞാൽ ഒരു ചെറിയ ധ്യാന കേന്ദ്രമാണ്. അവിടെ ഈ 29 പേര് ഒന്നിച്ചു കൂടിയിട്ട് അവർ ഈ അപ്പസ്തോല പ്രവർത്തനം 1 മുതൽ 4 വരെയുള്ള വചനങ്ങൾ എടുത്ത് അവരുടെ ആ ധ്യാനം തുടങ്ങിയത് എങ്ങനെയാണ്? വേനി ക്രിയാർത്തോ സ്പിരിറ്റു എന്ന് പാടിക്കൊണ്ട്, കം ക്രിയേറ്റർ സ്പിരിറ്റ് എന്ന് പാടിക്കൊണ്ട് അവരുടെ ധ്യാനം തുടങ്ങി. അപ്പോൾ ആ ധ്യാനം തുടങ്ങി അവർ പറയുന്നത് രണ്ടാമത്തെ ദിവസം രാത്രി ഭക്ഷണം കഴിച്ച് അവരെ ഹാളിൽ വന്നു. ചെറിയൊരു ചാപ്പലാണ്, ഒരു ഹോളൊന്നുമല്ല, ചെറിയൊരു ചാപ്പൽ. ഞാനവിടെ 3 പ്രാവശ്യം പോയിട്ടുണ്ട്. അപ്പോൾ ഈ സ്ഥലത്ത് വന്ന് അവർ പ്രാർത്ഥിക്കാൻ തുടങ്ങി. കുറച്ച് കഴിഞ്ഞപ്പോൾ ആൾക്കാർ ഭാഷാവടത്തിൽ പ്രാർത്ഥിക്കുന്നു, പ്രവചിക്കുന്നു. രാവിലെ 3 മണി വരെ അവർ പ്രാർത്ഥിച്ചത് സമയം പോയത് അവരറിഞ്ഞില്ല. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. അങ്ങനെയാണ് ഈ കത്തോലിക്ക കരിസ്മാറ്റിക് നവീകരണം ആദ്യമായി സഭയിൽ വന്ന് ഈ 29 വ്യക്തികളെ തൊട്ട് ഉണർത്തിയത്. പ്രൈസ് ദി ലോർഡ്. അപ്പം അങ്ങനെ തൊട്ടുണർത്തിയ ആ അനുഭവം ഞാൻ പറഞ്ഞല്ലോ, നേരത്തെ സഭയിൽ പല പ്രാവശ്യം ഇതുപോലെയുള്ള കരിസ്മാറ്റിക് മുന്നേറ്റങ്ങൾ വന്നിട്ടുണ്ട്. പക്ഷേ അതിനൊന്നും പ്രോത്സാഹനം കിട്ടിയില്ല. പക്ഷേ ഈ പ്രാവശ്യം ഇത് സംഭവിച്ചപ്പം എന്തു പറ്റി? ഇത് കാട്ടുതീ പോലെ പടർന്നു, സഭയിലങ്ങ് പടരുകയാണ്. അമേരിക്കയിൽ കോളേജുകളിൽ, യൂണിവേഴ്സിറ്റികളിൽ, അവിടുന്ന് കൊളംബിയയിലേക്ക് പോകുന്നു, അവിടുന്ന് ഇറ്റലിയിലേക്ക് പോകുന്നു, അവിടുന്ന് മറ്റ് ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളിലേക്ക്, ആഫ്രിക്കൻ രാജ്യങ്ങളിലേക്ക്, ഏഷ്യൻ രാജ്യങ്ങളിലേക്കൊക്കെ ഇത് പടർന്ന് പിടിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ യൂറോപ്പിൽ ബെൽജിയത്തിൻ്റെ തലസ്ഥാനമായ ബ്രസൽസിൽ ഒരു കർദിനാൾ ഇരുന്ന് പരിശുദ്ധാത്മാവിനെ പറ്റി ഒരു പുസ്തകം രചിച്ചുകൊണ്ടിരിക്കുക. പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനം നോക്കിയേ. ആ പുസ്തകം എന്നാണെന്നറിയോ? ഹോളി സ്പിരിറ്റ് ദ ഹോപ്പ്, പരിശുദ്ധാത്മാവ് പ്രത്യാശ എന്ന് പറയുന്ന ഒരു പുസ്തകം എഴുതിക്കൊണ്ടിരിക്കുക. അപ്പോൾ ഈ കർദിനാൾ
നമ്മുടെ രണ്ടാം വത്തിക്കാൻ സൂനകദോസിൻ്റെ 4 തൂണുകളിൽ ഒരാളായിരുന്നു. അത്ര അത്ര ശക്തിയുള്ള, അത്ര ഇൻഫ്ലുവൻസ് ഉള്ള ഒരു കാർഡിനലായിരുന്നു. അദ്ദേഹത്തിൻ്റെ പേരാണ് കാർഡിനൽ ജോസഫ് സുവനൻസ്. അദ്ദേഹം രേഖപ്പെടുത്തിയിരിക്കുകയാണ്, ഞാൻ പുസ്തകമെടുത്ത് നിർത്തി, ഞാൻ അമേരിക്കയിലേക്ക് പോയി, അവിടെ ഞാനൊരു സാധാരണക്കാരനെ പോലെ ഈ പ്രാർത്ഥനാ ഗ്രൂപ്പിൽ പോയിരുന്നു. അവിടെ എനിക്ക് മനസ്സിലായി, ഇതാ പരിശുദ്ധാത്മാവിൻ്റെ ഒരു പുതിയ പ്രവാഹം, ഒരു പുതിയ ഒഴുക്ക്, കൃപയുടെ ഒരു പുതിയ ഒഴുക്ക്. അദ്ദേഹമാണ് ആദ്യമായിട്ട്, ഇന്നലെ നമ്മളുടെ തീം അതായിരുന്നു, ഒരു പുതിയ പ്രവാഹം, കൃപയുടെ പ്രവാഹം. ആദ്യമായി ഇങ്ങനെ ഒരു വാക്ക് പറഞ്ഞത് കർദിനാൾ ജോസഫ് സുവനൻസ് ആണ്. അദ്ദേഹത്തിന് ബോധ്യമായി ഇത് പരിശുദ്ധാത്മാവിൻ്റെ പുതിയൊരു പ്രവാഹമാണ്. അദ്ദേഹം അവിടുന്ന് നേരിട്ട് പോകുന്നത് റോമിലേക്കാണ്. പരിശുദ്ധ പിതാവ് പോൾ ആറാമനെ കണ്ടു. വിശുദ്ധ പോൾ ആറാമനെ കണ്ടിട്ട് പറഞ്ഞു, പരിശുദ്ധ പിതാവേ, ഇതാ സഭയിൽ ഒരു പുതിയ മുന്നേറ്റം, ഇത് ശരിക്കും പരിശുദ്ധാത്മാവിൽ നിന്നാണ്. ഇതിനെ നമ്മൾ പ്രോത്സാഹിപ്പിക്കണം, ഇതിനെ നമ്മുടെ സഭയുടെ ഹൃദയഭാഗത്ത് നിർത്തണം. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഈ കരിസ്മാറ്റിക് നവീകരണത്തെ സഹായിക്കാനായിട്ട് പരിശുദ്ധാത്മാവ് ഒരു കർദിനാളിനെ ഒരുക്കി, ശക്തനായിട്ടുള്ള ഒരു കർദിനാൾ. അപ്പം അതുകൊണ്ടാണ് പിന്നീട് പരിശുദ്ധ പിതാവ് പോൾ ആറാമൻ 1975 വത്തിക്കാനിൽ വെച്ച് 10,000 പേരുടെ ആദ്യമായിട്ടൊരു കോൺഫറൻസ് നടന്നത്. അപ്പോൾ ഈ കോൺഫറൻസ് നടന്നപ്പോൾ പരിശുദ്ധ പിതാവിനെ കാർഡിനൽ സുവനൻസ് ക്ഷണിച്ചിരുന്നു. പിതാവ് വരണം, പിതാവ് ഇവരെ അഭിസംബോധന ചെയ്യണം. പക്ഷേ വത്തിക്കാനിലുള്ള കർദിനാളന്മാർ മുഴുവൻ എതിർത്തു. അവർ പറഞ്ഞു, നോ, സാധിക്കുകയല്ല, ഇത് പുതിയൊരു മൂവ്മെൻ്റാണ്, നമുക്ക് ഇവരെ പറ്റി അറിയത്തില്ല, ഉള്ള ആവേശമെല്ലാം കാണിക്കുന്നതാണ്, പരിശുദ്ധ പിതാവ് ഇതിന് പോകരുത്. പ്രൈസ് ദി ലോർഡ്. പക്ഷേ പരിശുദ്ധ പിതാവ് പോൾ ആറാമൻ ഈ കരിസ്മാറ്റിക്കാർ 10,000 കരിസ്മാറ്റിക്കാരെ അഭിസംബോധന ചെയ്തിട്ട് അവരോട് പറഞ്ഞു, ദിസ് ഈസ് എ ചാൻസ് ഫോർ ദ ചർച്ച്. സഭയ്ക്ക് ഇതൊരു അവസരമാണ്. ഹല്ലേലൂയ. നമ്മൾ ഇവരെയൊക്കെ ഓർത്ത് നന്ദി പറയേണ്ടതുണ്ട്. കാരണം അവരൊന്നും അന്ന് പ്രോത്സാഹിപ്പിച്ചില്ലെങ്കിൽ ഈ കരിസ്മാറ്റിക് നവീകരണം സഭയിൽ വരത്തില്ല, സഭയിൽ വളരത്തില്ല. അപ്പം ഇങ്ങനെ കാട്ടുതീ പോലെ പടർന്ന ഈ കരിസ്മാറ്റിക് നവീകരണം വളർന്ന് എല്ലാ രാജ്യങ്ങളിലേക്കും പ്രചരിച്ചു. ഇപ്പം എത്ര രാജ്യങ്ങളിലുണ്ട് കരിസ്മാറ്റിക് നവീകരണം? അത് ശരിയാണ്, എല്ലാ രാജ്യങ്ങളിലുണ്ട്. 235 രാജ്യങ്ങളിൽ ആയിട്ട് 1250 ദശലക്ഷം വ്യക്തികൾ കരിസ്മാറ്റിക് നവീകരണം അനുഭവിച്ചു കഴിഞ്ഞു. പ്രൈസ് ദി ലോർഡ്. സഭയുടെ ചരിത്രത്തിൽ ഇത്രമാത്രം വളർന്ന ഒരു മുന്നേറ്റം, നമ്മൾ മുന്നേറ്റം അല്ലെങ്കിൽ മുന്നേറ്റം എന്ന് പലപ്പോഴും പറയേണ്ടി വരുന്നു, ഒരു മുന്നേറ്റം സഭയുടെ ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ല. പ്രൈസ് ദി ലോർഡ്. നമ്മളൊന്ന് പരസ്പരം ഒന്ന് പറഞ്ഞേ ഈ ഒരു കാര്യം. സഭയുടെ ചരിത്രത്തിൽ കരിസ്മാറ്റിക് നവീകരണം പോലെ ഒരു മുന്നേറ്റം ഇതുവരെ ഉണ്ടായിട്ടില്ല. നമ്മൾ 21-ാമത്തെ നൂറ്റാണ്ടിലാണ് ജീവിക്കുക. ഇത്രയും കാലമായിട്ട് സഭയിലെ ഏകദേശം 12% വ്യക്തികളെ, അവരുടെ ജീവിതത്തെ മാറ്റിമറിച്ച, അവരെ തീപിടിപ്പിച്ച ഇങ്ങനെ ഒരു കൃപയുടെ ഒഴുക്ക്, ഒരു കൃപയുടെ പ്രവാഹം ഇതുവരെ സഭയിൽ ഉണ്ടായിട്ടില്ല. പ്രൈസ് ദി ലോർഡ്. അപ്പം നമുക്ക് പുറകോട്ട് നോക്കുമ്പോൾ കാണാൻ സാധിക്കുന്നത് എല്ലാ പരിശുദ്ധ പിതാക്കന്മാരും, നമുക്കറിയാം തുടങ്ങിയത് എവിടുന്ന, പോപ്പ് ലിയോ 13-ാമൻ, അവിടുന്ന് പോപ്പ് ജോൺ 23-ാമൻ, അവിടുന്ന് പോപ്പ് പോൾ 6-ാമൻ, അവിടുന്ന് പോപ്പ് ജോൺ പോൾ 2-ാമൻ, അവിടുന്ന് പോപ്പ് ബെനഡിക്റ്റ് 16-ാമൻ, അവിടുന്ന് പോപ്പ് ഫ്രാൻസിസ്. ഇവരെല്ലാവരും കരിസ്മാറ്റിക് നവീകരണത്തെ ഒത്തിരി അധികം പ്രോത്സാഹിപ്പിച്ചു. പോപ്പ് പോൾ 6-ാമൻ
അന്നത്തെ ഇൻ്റർനാഷണൽ കൗൺസിൽ, ഇക്രസ് കൗൺസിൽ അദ്ദേഹത്തെ അടുത്ത് ചെന്നപ്പോൾ അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ തലേ കൈ വെച്ച് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ. സാധാരണ ഒരു പോപ്പും തൻ്റെ തലേ കൈ വെച്ച് ആരെക്കൊണ്ടും പ്രാർത്ഥിപ്പിക്കാറില്ല. അപ്പോൾ ഇവരെല്ലാവരും കരിസ്മാറ്റിക്കാർ പേടിച്ചു നിന്നു. പരിശുദ്ധ പിതാവിൻ്റെ തലയിൽ ആരാ കൈവെക്കുന്നത്? അപ്പോൾ അതിനകത്തൊരു റാൽഫ് മാർട്ടിൻ ഉണ്ടായിരുന്നു. റാൽഫ് മാർട്ടിൻ അമേരിക്കക്കാരനാണ്. റാൽഫ് മാർട്ടിൻ അവിടെ ഈ സൈഡിൽ നിൽക്കുന്നത്. റാൽഫ് മാർട്ടിൻ ചാടിക്കയറി പരിശുദ്ധ പിതാവിൻ്റെ തലയിലേക്ക് കൈവച്ചു. എന്നിട്ട് എല്ലാവരും കൂടെ പ്രാർത്ഥിച്ചു. വീണ്ടും നമുക്ക് വേറൊരു ഫോട്ടോ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. 50,000 കരിസ്മാറ്റിക്കാരുള്ള ഒളിമ്പിക് സ്റ്റേഡിയത്തിൽ റോമിൽ നമ്മുടെ പോപ്പ് ഫ്രാൻസിസ് വന്നപ്പോഴേ പോപ്പ് ഫ്രാൻസിസ് പറഞ്ഞു, എനിക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുക, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. കണ്ടോ, അവർ പ്രാർത്ഥിക്കുന്നുണ്ടോ? അപ്പം നമ്മൾ പരിശുദ്ധ പിതാവിന് വേണ്ടി പോലും പ്രാർത്ഥിക്കാനായിട്ടുള്ള ഒരു അത്രമാത്രം തുറവി നമ്മുടെ പിതാക്കന്മാർ, പരിശുദ്ധ പിതാക്കന്മാർ കാണിച്ചു. അപ്പം അങ്ങനെ ഈ ഓരോ പിതാക്കന്മാരുടെ കീഴിലും കരിസ്മാറ്റിക് നവീകരണം വളർന്നു. പക്ഷേ ഇന്ന് നമ്മൾ ദൈവത്തിന് നന്ദി പറയേണ്ടത് പോപ്പ് ഫ്രാൻസിസിന് വേണ്ടിയാണ്. പോപ്പ് ഫ്രാൻസിസിൻ്റെ ഇപ്പോഴത്തെ ചില പ്രസ്താവനകളൊക്കെ ചില തെറ്റിദ്ധാരണകൾ ഉണ്ടാക്കിയിട്ടുണ്ടെന്ന് എനിക്കൊന്ന് നമ്മൾ മനസ്സിലാക്കിയതിൻ്റെ കുഴപ്പം കൊണ്ടാണ്. പോപ്പ് ഫ്രാൻസിസ് കരിസ്മാറ്റിക് നവീകരണത്തിൻ്റെ എപ്പിസ്കോപ്പൽ അഡ്വൈസർ ആയിരുന്നു അർജൻറ്റീനയിൽ പോപ്പാകുന്നവരെ. പ്രൈസ് ദി ലോർഡ്. അതായത് ഇപ്പം നമുക്ക് ഇന്ത്യയിലുള്ളത് ആർച്ച് ബിഷപ്പ് ഫ്രാൻസിസ് കാലിസ്റ്റാണ് നാഷണൽ എപ്പിസ്കോപ്പൽ അഡ്വൈസർ. ഇവിടെ കേരളത്തിൽ ചക്കാലക്കൽ പിതാവ്, അല്ലേ, ചക്കാലക്കൽ പിതാവ്. അതുപോലെ കരിസ്മാറ്റിക് നവീകരണത്തിൻ്റെ അഡ്വൈസർ ആയിരുന്നു അദ്ദേഹം പോപ്പാകുന്നതിൻ്റെ തലേ ദിവസം വരെ അർജൻറ്റീനയിൽ. അപ്പം അങ്ങനെ സ്വയം കരിസ്മാറ്റിക് ആയിട്ടുള്ളൊരു പോപ്പാണ് നമുക്കിന്നുള്ളത്. ദൈവത്തിന് നന്ദി പറയാം. അതുകൊണ്ടാണല്ലോ അദ്ദേഹം പരിശുദ്ധ പിതാവായി കഴിഞ്ഞപ്പോൾ എനിക്ക് ആ കൊട്ടാരം വേണ്ട, ഒരു ചെറിയ മുറിയിലാണ് അദ്ദേഹം താമസിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ബാഗ് എടുക്കാൻ ഇപ്പം മേലാത്തതുകൊണ്ട് അറിഞ്ഞുകൂടാ, അല്ലെങ്കിൽ ബാഗ് സ്വന്തമായിട്ട് എടുത്തുകൊണ്ടിരുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഒത്തിരി സിമ്പിളായിട്ട് എല്ലാവരുടെയും കൂടെ ക്യൂ നിന്ന് ഫ്ലൈറ്റിൽ കയറുക, അതുപോലെയൊക്കെയുള്ള സിംപ്ലിസിറ്റി ജീവിതത്തിൽ വന്നതിൻ്റെ ഒരു കാരണം അദ്ദേഹം കരിസ്മാറ്റിക് ആയതുകൊണ്ടാണ്. ഇന്ന് നമുക്കൊരു കരിസ്മാറ്റിക് പിതാവുണ്ട്. അദ്ദേഹം എന്താ ചെയ്തത്? അദ്ദേഹം വന്നു കഴിഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഈ കരിസ്മാറ്റിക് നവീകരണത്തിൽ പല പല മൂവ്മെൻറ്റ്സ് ഉണ്ട്, അല്ലേ, പല വിധത്തിലുള്ള സംവിധാനങ്ങളുണ്ട്, പല മിനിസ്ട്രീസ് ഉണ്ട്, ശുശ്രൂഷകളുണ്ട്. അപ്പോൾ ഇതിനെ എല്ലാം കൂടെ ഒന്ന് ക്രോഡീകരിക്കുക, അപ്പോൾ ഇതെല്ലാം കൂടെ ഒരു കുടയുടെ കീഴിൽ വരിക. അതിനുവേണ്ടി പരിശുദ്ധ പിതാവ് 2013 പറഞ്ഞു തുടങ്ങി. 2013 പരിശുദ്ധ പിതാവ് ആയപ്പോൾ പറഞ്ഞു തുടങ്ങി. പക്ഷേ 2018 കാരിസ് എന്ന് പറയുന്ന ഒരു സമിതിയെ രൂപീകരിച്ചു പരിശുദ്ധ പിതാവ്. അന്ന് രൂപീകരിച്ചപ്പോൾ ഞാനും അതിൻ്റെ ഒരു മെമ്പറായിരുന്നു, ഏഷ്യനെ റെപ്രസെൻ്റ് ചെയ്ത്. ഇപ്പോഴും അതെ. അപ്പോൾ അങ്ങനെ 18 അംഗ ഒരു സമിതി പരിശുദ്ധ പിതാവ് കാരിസ്, അതുകൊണ്ടാണല്ലോ നമ്മുടെ കേരളത്തിൽ KST ആയിരുന്നു നേരത്തെ, അല്ലേ, കേരള സർവീസ് ടീം. ഇപ്പോൾ പരിശുദ്ധ പിതാവ് പറഞ്ഞു കേരള സർവീസ് ഓഫ് കമ്മ്യൂണിയൻ, അതായത് അങ്ങനെ അതിൻ്റെ പേരൊക്കെ മാറ്റിയത് പരിശുദ്ധ പിതാവ് തന്നെയാണ്. അപ്പോൾ പരിശുദ്ധ പിതാവ് ഇങ്ങനെ കാരീസ് രൂപീകരിച്ചപ്പം കാരീസിൻ്റെ സ്വഭാവത്തിന് തന്നെ മാറ്റം വരുത്തി. എന്താണെന്നറിയാമോ? നേരത്തെ കാനൻ ലോ പ്രകാരം നമ്മൾ ഒരു ജൂറിഡിക്കൽ പേഴ്സണാലിറ്റി എന്നാണ് അറിയപ്പെടുക. കാരണം ഇപ്പോൾ സഭയിൽ വരുന്ന എല്ലാ മൂവ്മെൻറ്റ്സും, ഇപ്പോൾ ജീസസ് യൂത്ത് അതുപോലെയൊക്കെ വരുന്ന സംഘടനകളെ അംഗീകാരം കൊടുക്കുമ്പോൾ സാധാരണ അത് ജൂറിഡിക്കൽ പേഴ്സണാലിറ്റി ആയിട്ടാണ് കൊടുക്കുന്നത്. പക്ഷേ പരിശുദ്ധ പിതാവ് ബാക്കി ഒരു മുന്നേറ്റങ്ങൾക്കും ഇല്ലാത്ത ഒരു സ്ഥാനത്തേക്ക് കാരിസിനെ ഉയർത്തുകയായത്. അപ്പോൾ അത് കാരിസ് ഈസ് എ പബ്ലിക് ജൂറിഡിക്കൽ പേഴ്സണാലിറ്റി എന്ന് പറഞ്ഞാൽ അതിൻ്റെ മലയാളം വാക്കൊന്നും കിട്ടിയിട്ടില്ല ഇതുവരെ. അതുകൊണ്ടാണ് ഞാൻ ഇംഗ്ലീഷ് വാക്ക് പറഞ്ഞത്. പബ്ലിക് ജൂറിഡിക്കൽ പേഴ്സണാലിറ്റി എന്ന് പറഞ്ഞാൽ അതിന് പ്രധാനപ്പെട്ട രണ്ടർത്ഥമുണ്ട്. ഒന്ന്, ഇതിനെ രൂപീകരിക്കുന്നത് സഭയുടെ തലവനായ പരിശുദ്ധ പിതാവ് തന്നെ രൂപീകരിച്ച. നേരെ മറിച്ച് നേരത്തെ ഇക്രസ്, ഇൻ്റർനാഷണൽ കാത്തലിക് കരിസ്മാറ്റിക് റിന്യൂവലിന് അംഗീകാരം കൊടുത്തപ്പോൾ നമ്മൾ അത് വത്തിക്കാനിൽ ചെന്ന് ചോദിച്ചു, ഞങ്ങൾക്ക് അംഗീകാരം തരാമോ? ഇപ്പം ജീസസ് യൂത്ത് അങ്ങനെ ചോദിച്ചു. അങ്ങനെയാണ് മറ്റു മൂവ്മെൻറ്റ്സ് ഒക്കെ ചോദിക്കുന്നത്.
പക്ഷേ ഇത് പരിശുദ്ധ പിതാവ് നേരിട്ട് ക്രിയേറ്റ് ചെയ്ത ഒരു സംവിധാനമാണ് ഈ കാരിസ്. അതുകൊണ്ടാണ് അത് പബ്ലിക് ജൂറിഡിക്കൽ പേഴ്സണാലിറ്റി ആയിട്ട് മാറുന്നത്. അതുപോലെ തന്നെ പരിശുദ്ധ പിതാവ് കാരിസിന് നൽകിയ വേറൊരു ചുമതല, നമുക്ക് സഭയുടെ ഉത്തരവാദിത്വം, സഭയ്ക്ക് പഠിപ്പിക്കാൻ എങ്ങനെ ഉത്തരവാദിത്വം അധികാരമുണ്ടോ അതുപോലെ ഒരു അധികാരം കത്തോലിക്ക കരിസ്മാറ്റിക് നവീകരണത്തിന് പരിശുദ്ധ പിതാവ് നൽകി. പ്രൈസ് ദി ലോർഡ്. ഇതൊരു ചെറിയ കാര്യമല്ല. സഭയിൽ വേറൊരു മുന്നേറ്റത്തിനും കൊടുക്കാത്ത ഒരു അധികാരം കത്തോലിക്ക കരിസ്മാറ്റിക് നവീകരണത്തിന് പരിശുദ്ധ പിതാവ് നൽകിയിരിക്കുകയാണ്. അതായത് സഭയെ പ്രതിനിധീകരിച്ച് നിങ്ങൾക്ക് ഒരു പഠനം കൊടുക്കുവാൻ ഞാൻ അധികാരം തരുന്നു എന്നാണ് പറഞ്ഞത്. പലപ്പോഴും നമ്മൾ ചില ഇടവകകളിലൊക്കെ ചെല്ലുമ്പോൾ നിങ്ങൾക്ക് തോന്നുമായിരിക്കും, അച്ഛന്മാർ പലപ്പോഴും മിഷൻ ലീഗിനും ലീജിയൻ ഓഫ് മേരിക്കും മറ്റു പല പല ഗ്രൂപ്പുകൾക്കും എന്തോ പാത്രം വേണ്ടെന്ന് പറയും. പക്ഷേ അച്ഛന്മാരോട് നിങ്ങൾ ആർഗ്യൂ ചെയ്യാനൊന്നും പോകണ്ട, അത് കുഴപ്പമില്ല, ആർഗ്യൂ ചെയ്യാനൊന്നും പോകണ്ട. പക്ഷേ നമ്മൾ തന്നെ മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇന്ന് ലോകത്തിലുള്ള ഒരു മുന്നേറ്റത്തിനും ഇല്ലാത്ത രീതിയിലുള്ള ഒരു അംഗീകാരം കത്തോലിക്ക കരിസ്മാറ്റിക് നവീകരണത്തിനുണ്ട്. ഇന്നലെ ഞാൻ കോതമംഗലത്തായിരുന്നു. കോതമംഗലത്ത് ബിഷപ്പ് ജോർജ് മടത്തിക്കണ്ടത് പിതാവ് ഒരു ദിവസത്തെ മധ്യസ്ഥ പ്രാർത്ഥനയുടെ പ്രോഗ്രാം അവിടെ അവർ പലരും കൂടെ വന്നിട്ടുണ്ട്, 10-40 പേരുണ്ട്. അപ്പോൾ അവർ കേട്ട കാര്യമാണ്. എനിക്ക് അതിശയം തോന്നി, കേരളത്തിലെ ഒരു പിതാവ് കത്തോലിക്ക കരിസ്മാറ്റിക് നവീകരണത്തിന് വേണ്ടി ഇത്രയും ശക്തമായി വാദിക്കുന്ന ഒരു പിതാവ് പറയാണ്, എല്ലാ ഇടവകളിലും പ്രാർത്ഥനാ ഗ്രൂപ്പുകൾ വേണം. പ്രൈസ് ദി ലോർഡ്. നിങ്ങൾ ചിലപ്പോൾ ഒക്കെ പലരും എന്നോട് പറഞ്ഞിട്ടുണ്ട്, ഞങ്ങളുടെ ഇടവകയിലൊക്കെ പ്രാർത്ഥനാ ഗ്രൂപ്പ് നടത്താൻ പോലും അനുവാദമില്ല. പക്ഷേ ഇന്ന് പിതാക്കന്മാരുണ്ട് ഇവിടെ, എല്ലാ ഇടവകകളിലും പ്രാർത്ഥനാ ഗ്രൂപ്പ് വേണം. നിങ്ങൾ പറയാറുണ്ട് 50 പേരും 60 പേരും ഒന്നും ഇല്ല പിതാവേ, 8-10 പേരേ ഉള്ളൂ, 5 പേരുണ്ടെങ്കിലും പ്രാർത്ഥനാ ഗ്രൂപ്പ് വേണം. അതാണ് പിതാവ് പറഞ്ഞത്. എന്ന് പറഞ്ഞതുപോലെ ഇന്ന് പരിശുദ്ധ പിതാവ് പോപ്പ് ഫ്രാൻസിസ് നമ്മളോട് ശക്തമായിട്ട് പറയുന്ന കാര്യങ്ങളിലേക്ക് ഞാൻ പിന്നെ വരാം. ഇന്ന് നമ്മളാരും പറയാത്ത പോലെയാണ് പരിശുദ്ധ പിതാവ് കരിസ്മാറ്റിക് നവീകരണത്തിന് വേണ്ടി വാദിച്ചുകൊണ്ടിരിക്കുന്നത്. ഓരോ പ്രാവശ്യവും കരിസ്മാറ്റിക്കാരെ കാണുമ്പം പറയും, നിങ്ങൾ LSS, ഇന്നലെയും പറഞ്ഞല്ലോ, LSS ലൈഫ് ഇൻ ദ സ്പിരിറ്റ് സെമിനാർ, ബാപ്റ്റിസം ഇൻ ദ ഹോളി സ്പിരിറ്റ്, പരിശുദ്ധാത്മാവിൻ്റെ ജ്ഞാനസ്നാനം, ഇതൊക്കെ സഭയിൽ മുഴുവൻ കൊടുക്കുക എന്ന് പരിശുദ്ധ പിതാവ് പറഞ്ഞുകൊണ്ടിരിക്കുക. പക്ഷേ KST ഞാൻ അനുമോദിക്കുക. കാരണം KST അത് വളരെ സീരിയസ് ആയിട്ട് എടുത്തിട്ടുണ്ട്. പരിശുദ്ധ പിതാവ് നമ്മളോട് പറയാം, നമ്മൾ കേൾക്കുന്നില്ല. നമ്മളെപ്പോഴും പറയുമല്ലോ, നമുക്ക് പിതാക്കന്മാരുടെ അടുത്തുനിന്നും അച്ഛന്മാരുടെ അടുത്തുനിന്നൊന്നും അനുവാദം ഇല്ലെന്നാണ് പലപ്പോഴും നമ്മൾ പറയാറ്. ഇന്ന് പരിശുദ്ധ പിതാവ് അവിടുന്ന് കരഞ്ഞുകൊണ്ട് പറഞ്ഞുകൊണ്ടിരിക്കുക കരിസ്മാറ്റിക്കാരോട്, പ്ലീസ് ദയവേത് നിങ്ങൾക്ക് കിട്ടിയ അനുഭവം മറ്റുള്ളവർക്ക് കൊടുക്ക്, സഭയ്ക്ക് കൊടുക്ക്, സ്കൂളുകളിൽ കൊടുക്ക്, നിങ്ങളുടെ ഇടവകകളിൽ കൊടുക്ക്. കരിസ്മാറ്റിക്കാർ കേൾക്കുന്നില്ല. അപ്പോൾ നമുക്കൊന്നും ചെയ്യാൻ കഴിയാത്തതോടെ ഒന്നെങ്കിൽ നമ്മൾ പറയും പിതാവിൻ്റെ പെർമിഷൻ ഇല്ല, അച്ഛൻ്റെ പെർമിഷൻ ഇല്ല. ഇത് പരിശുദ്ധ പിതാവ് പറയുമ്പോഴത്തേനും നമുക്ക് വേണമെങ്കിൽ നമുക്ക് ചെയ്യാൻ സാധിക്കും, അല്ലേ? സാധിക്കും, തീർച്ചയായിട്ടും. അപ്പം ഞാൻ പറഞ്ഞത്, നമുക്ക് ഇങ്ങനെ സഭാതലത്തിൽ ഒത്തിരിയധികം അംഗീകാരം നമുക്ക് കിട്ടി, ഒത്തിരിയധികം പ്രോത്സാഹനം നമുക്ക് കിട്ടി. ഇന്ന് ഞാൻ ചോദിക്കട്ടെ, എത്ര പ്രഗത്ഭരായ വ്യക്തികളാണ് കരിസ്മാറ്റിക്കാരുള്ളത്? പരിശുദ്ധ പിതാവിനെ കഴിഞ്ഞ 40-ലേറെ വർഷങ്ങളായി പരിശുദ്ധ പിതാക്കന്മാരെ ധ്യാനിപ്പിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തി ആരാ? വ്യക്തി കേട്ടിട്ടുണ്ടോ? കാർഡിനൽ റെനിയേറോ കണ്ടലമേസ, ഒരു കപ്പൂച്ചൻ വൈദികനായിരുന്നു. പോപ്പ് ഫ്രാൻസിസ് അദ്ദേഹത്തെ നേരിട്ട് കാർഡിനലാക്കി. അപ്പോൾ അദ്ദേഹം പോപ്പ് ജോൺ പോൾ രണ്ടാമൻ്റെ സമയത്ത് പരിശുദ്ധ പിതാവിനെ ധ്യാനിപ്പിക്കാൻ തുടങ്ങിയതാണ്. 40 വർഷങ്ങൾ കഴിഞ്ഞു. ഇന്നും രണ്ടാമത്തെ പരിശുദ്ധ പിതാവ് പോപ്പ് ബെനഡിക്റ്റ് 16 ഇപ്പോഴേ പോപ്പ് ഫ്രാൻസിസിനെ ധ്യാനിപ്പിക്കുക. അദ്ദേഹമാണ് കാരിസിൻ്റെ സ്പിരിച്വൽ അഡ്വൈസർ. അപ്പം ഇങ്ങനെ കരിസ്മാറ്റിക് നവീകരണം സഭയെ തൊട്ടുണർത്തുന്നതിനെ പറ്റിയാണ് നമ്മൾ കാണുന്നത്.
പരിശുദ്ധ പിതാവിനെയും അവിടെയുള്ള മൊത്തം കർദിനാളന്മാരെയും തൊട്ടുണർത്തിക്കൊണ്ടിരിക്കുന്നത് ആരാ? ആ ഒരു കരിസ്മാറ്റിക്കാരനാ. കർദിനാൾ റെനിയറോ കണ്ടൽമേസ ഒരിക്കൽ പറയുകയുണ്ടായിരുന്നു, എനിക്ക് 2 ജീവിതമുണ്ട്. ഒന്ന്, ഞാൻ പരിശുദ്ധാത്മാവിൻ്റെ ജ്ഞാനസ്നാനം അനുഭവിക്കുന്നതിന് മുമ്പുള്ള ജീവിതം. അദ്ദേഹം മിലാനിൽ കത്തോലിക്ക യൂണിവേഴ്സിറ്റിയിൽ പ്രൊഫസറായിരുന്നു. അന്നാണ് അദ്ദേഹത്തെ 4 സ്ത്രീകൾ USA ഒരു കോൺഫറൻസ് കൂടാൻ കൊണ്ടുപോകുന്നത്. അവിടെ വെച്ചാണ് അദ്ദേഹത്തിന് പരിശുദ്ധാത്മാവിൻ്റെ ജ്ഞാനസ്നാനം അനുഭവം ഉണ്ടാകുന്നത്. അൽമാര് തലേക്ക് വെച്ച് പ്രാർത്ഥിച്ചപ്പോൾ അന്ന് മുതൽ അദ്ദേഹത്തിൻ്റെ ജീവിതം മാറി മറിഞ്ഞു. ഇങ്ങനെ പ്രഗത്ഭരായിട്ടുള്ള വ്യക്തികൾ സഭയിലുണ്ട്. അപ്പം അങ്ങനെ പരിശുദ്ധ പിതാവ് മുതൽ കർദിനാൾ വരെ, ബിഷപ്പ്മാർ മുതൽ, വൈദികർ മുതൽ, സിസ്റ്റേഴ്സ് മുതൽ, അൽമാര് വരെ എല്ലാ തലങ്ങളിലും ആഗോള തലത്തിൽ കരിസ്മാറ്റിക് നവീകരണം സഭയെ തൊട്ടുണർത്താൻ സാധിച്ചിട്ടുണ്ട്. നമ്മൾ 2017 റോമിൽ വെച്ച് പെന്തക്കോസ്തായോടനുബന്ധിച്ച് നമ്മുടെ ഗോൾഡൻ ജൂബിലി സെലിബ്രേഷൻ ആയിരുന്നു ആഗോളതലത്തിൽ കരിസ്മാറ്റിക് നവീകരണത്തിൻ്റെ 50 വർഷമായതിൻ്റെ. അപ്പം അവിടെ പരിശുദ്ധ പിതാവ് സ്വയം വന്നിരുന്നു. പരിശുദ്ധ പിതാവാണ് എല്ലാവരെയും ക്ഷണിച്ചത്. 20ഓളം കർദിനാളന്മാരുണ്ടായിരുന്നു, 80ഓളം ബിഷപ്പ്മാരുണ്ടായിരുന്നു, 1000ഓളം വൈദികരുണ്ടായിരുന്നു. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ സഭയിൽ ചെറുതായിട്ടുള്ള ഒരു സ്വാധീനമല്ല കരിസ്മാറ്റിക് നവീകരണത്തിനുണ്ടായിട്ടുള്ളത്. ഈ 235 രാജ്യങ്ങളിൽ പരക്കുവാനും ഇവിടെയൊക്കെ സഭയ്ക്ക് വലിയൊരു മുതൽക്കൂട്ടാകാനായിട്ടും ഉറങ്ങിക്കിടന്ന് സഭയെ ഉണർത്തുവാനായിട്ടും ഒക്കെ കരിസ്മാറ്റിക് നവീകരണത്തിന് സാധിച്ചിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ ഇൻഫ്ലുവൻസ്, ഇപ്പം സഭയിൽ കരിസ്മാറ്റിക് നവീകരണത്തിൻ്റെ ഇൻഫ്ലുവൻസിനെ പറ്റി പറയുമ്പോൾ ഞാൻ 4 കാര്യങ്ങൾ എടുത്തു പറയാൻ ആഗ്രഹിക്കാം. 4 കാര്യങ്ങൾ, 4 5 കാര്യങ്ങൾ. കാരണം 4 തൂണുകൾ, പ്രധാന തൂണുകൾ, പിന്നെ ഒരു താഴ്ത്തൂണായിട്ട്, അതായത് ഒരു സെൻട്രൽ തൂണായിട്ട് വേറൊരു കാര്യം. ഇങ്ങനെ 5 ഘടകങ്ങൾ എടുത്തു പറയാൻ ആഗ്രഹിക്കുക. 1, ഞാൻ പറഞ്ഞതുപോലെ ബാപ്റ്റിസം ലൈഫ് ഇൻ ദ സ്പിരിറ്റ് സെമിനാർ. നമ്മളൊക്കെ വളരെ സീരിയസ് ആയിട്ട് തുടങ്ങിയിരിക്കുന്നതാണ് ലൈഫ് ഇൻ ദ സ്പിരിറ്റ് സെമിനാർ. അപ്പോൾ ഈ ലൈഫ് ഇൻ ദ സ്പിരിറ്റ് സെമിനാറിനെ പറ്റി പരിശുദ്ധ പിതാവ് 2015 റോമിൽ വെച്ച് ആഗോള വൈദികരുടെ ഒരു ധ്യാനമുണ്ടായിരുന്നു, ലാറ്ററാൻ ബസിലിക്കയിൽ റോമിൽ വെച്ച്. അപ്പോൾ ആ ധ്യാനത്തിൽ വന്ന പരിശുദ്ധ പിതാവ് അവരോട് പറഞ്ഞത് എന്താണെന്നറിയോ? പ്രിയ വൈദികരെ, പ്രിയ ബിഷപ്പ്മാരെ, നിങ്ങൾ ഈ ലൈഫ് ഇൻ ദ സ്പിരിറ്റ് സെമിനാർ നിങ്ങളുടെ ഇടവകളിൽ, നിങ്ങളുടെ കോളേജുകളിൽ, നിങ്ങളുടെ പരിസരങ്ങളിൽ ഒക്കെ പ്രചരിപ്പിക്കുക. അപ്പോൾ പരിശുദ്ധ പിതാവ് ആഗ്രഹിക്കുന്നത് ഇതാണ്. അപ്പോൾ ഈ ലൈഫ് ഇൻ ദ സ്പിരിറ്റ് സെമിനാർ വഴിയാണ് കരിസ്മാറ്റിക് നവീകരണത്തിൻ്റെ തുടക്കം എന്ന് നമ്മൾ മറക്കരുത്. ഇന്ന് നമ്മൾ പലപ്പോഴും പ്രാരംഭ ധ്യാനമായിട്ടും കൺവെൻഷനും ഒക്കെ ആയിട്ട് നടത്തുന്നുണ്ട്. പക്ഷേ അതിലൊക്കെ നമ്മൾ ഈ ലൈഫ് ഇൻ ദ സ്പിരിറ്റ് സെമിനാറിലുള്ള ആ കാതലായ വിഷയങ്ങൾ മറക്കരുത്. ഇന്നൊക്കെ നമ്മൾ കൺവെൻഷൻ നടക്കുമ്പോൾ പലപ്പോഴും തുടങ്ങുന്നതും അവസാനിക്കുന്നതും ഒക്കെ ഹീലിംഗ് വെച്ചാൽ, ഹീലിംഗ് ഒക്കെ ആവശ്യമാണ്. പക്ഷേ വ്യക്തി മാനസാന്തരത്തിലേക്ക്, പരിശുദ്ധാത്മാവിൻ്റെ നിറവിലേക്ക്, ദൈവസ്നേഹത്തിലേക്കൊക്കെ ഈ മക്കളെ നയിക്കേണ്ട ഒരു ആവശ്യമുണ്ട്. അതുകൊണ്ടാണ് ഈ ലൈഫ് ഇൻ ദ സ്പിരിറ്റ് സെമിനാറിന് ഇത്രയും പ്രാധാന്യമുള്ളത്. നമ്മൾ പേരെന്തായാലും പ്രാരംഭ ധ്യാനം എന്ന് പറഞ്ഞാലും കൺവെൻഷൻ എന്ന് പറഞ്ഞാലും ഇതിനകത്തൊക്കെ നമ്മൾ ഈ ലൈഫ് ഇൻ ദ സ്പിരിറ്റ് സെമിനാറിൻ്റെ വിഷയങ്ങൾ ഉണ്ടായിരിക്കണം. പരിശുദ്ധ പിതാവ് അത് ആഗ്രഹിക്കുന്നു. രണ്ടാമത്തെ ഒരു പില്ലറായിട്ട് ഞാൻ പറയുക, ബാപ്റ്റിസം ഇൻ ദ ഹോളി സ്പിരിറ്റ്. കർദിനാൾ ജോസഫ് സുവനൻസ് പറയുന്നൊരു കാര്യമുണ്ട്. ഈ മാമോദീസ സ്വീകരിച്ച നല്ലൊരു ശതമാനം ക്രിസ്ത്യാനികൾ അവർ നോമിനൽ ക്രിസ്ത്യൻസ് ആണെന്നാണ് പറയുന്നത്. നോമിനൽ ക്രിസ്ത്യൻ, നാമമാത്ര ക്രിസ്ത്യാനികളാണ്. അപ്പോൾ കാർഡിനൽ സുവനൻസ് പറയുന്നത് ഈ ബാപ്റ്റിസം ഇൻ ദ ഹോളി സ്പിരിറ്റ് എന്ന് പറയുന്ന അനുഭവം ഡീപ്പ് ഫ്രീസർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാമല്ലോ, നമ്മുടെ ഫ്രിഡ്ജിനകത്തൊക്കെ ഫ്രീസറുണ്ട് അല്ലേ? ഈ ഡീപ്പ് ഫ്രീസറിൽ നിന്നും തീയിലേക്ക് ചാടുന്ന ഒരനുഭവമാണെന്നാണ് പറയുന്നത്.
അതായത് ഉറങ്ങിക്കിടക്കുന്ന ക്രിസ്ത്യാനി അവനെ ഈ ബാപ്റ്റിസം ഇൻ ദ ഹോളി സ്പിരിറ്റ്, പരിശുദ്ധാത്മാവിൻ്റെ ജ്ഞാനസ്നാനം ഉണർത്തി അവൻ തീയിലേക്ക്, അതായത് നമ്മൾ കണ്ടല്ലോ, ആ തീ കത്തുന്ന അനുഭവത്തിലേക്ക് വരുന്നതാണ് ബാപ്റ്റിസം ഇൻ ദ ഹോളി സ്പിരിറ്റ്. വീണ്ടും പരിശുദ്ധ പിതാവ് കിട്ടുന്ന അവസരത്തിലൊക്കെ കരിസ്മാറ്റിക്കാരോട് എടുത്തു പറയുന്ന കാര്യം ഇതാണ്: നിങ്ങൾ ഈ ബാപ്റ്റിസം ഇൻ ദ ഹോളി സ്പിരിറ്റ് എല്ലായിടത്തും പ്രചരിപ്പിക്കുക. പ്രൈസ് ദ ലോർഡ്, പ്രൈസ് ദ ലോർഡ്. നമ്മൾ സഭ മുഴുവൻ ഈ പരിശുദ്ധാത്മാവിൻ്റെ സ്നാനം അനുഭവിക്കണം. ഞാൻ ഈ USA ഒരു പാരീഷുണ്ട്, നമ്മുടെ ഇവിടെ ഒരു നാഷണൽ കൺവെൻഷന് വന്ന് പ്രസംഗിച്ച, ഡിവൈനിൽ തന്നെ പ്രസംഗിച്ച ഒരു ഡോക്ടർ മേരി ഹീലി, തിയോളജിയനാണ്, കരിസ്മാറ്റിക്കാണ്. മേരി ഹീലി പറയായിരുന്നു, എൻ്റെ ഇടവക ഒരു കരിസ്മാറ്റിക് പാരീഷാണ്. അപ്പോൾ ഞാൻ അവരോട് ചോദിച്ചു, ഒരിടവക എങ്ങനെ കരിസ്മാറ്റിക് ആകാൻ സാധിക്കും? അപ്പോൾ എന്താണ് നിങ്ങൾ ചെയ്യുന്നത്? അപ്പോൾ പറഞ്ഞു, ഞങ്ങൾ രാവിലെ കുർബാന സ്തുതിപ്പും ആരാധനയും കൊണ്ടാണ് തുടങ്ങുക. അപ്പോൾ ഞാൻ ചോദിച്ചു, വേറെ ആൾക്കാരില്ലേ? പറഞ്ഞു, ഞങ്ങളുടെ പാരീഷ് തുടങ്ങിയത് ഒരു കരിസ്മാറ്റിക് പാരീഷാണെന്നാണ് എല്ലാവർക്കും അറിയാം. അപ്പം ഞങ്ങൾ സ്തുതിപ്പ്, ആരാധന, ഭാഷാപരത്തിൽ സ്തുതിപ്പ്, പ്രവചനം, ഇതൊക്കെ ആയിട്ടാണ് ഞങ്ങളുടെ കുർബാന ഞങ്ങളുടെ ഇടവകയിൽ തുടങ്ങുന്നത്, ഒരു കരിസ്മാറ്റിക് പാരീഷ്. അപ്പം ഞാൻ വിഭാവനം ചെയ്യുന്നത് ഇതാണ്, അല്ലെ പരിശുദ്ധ പിതാവ് നമ്മളോട് പറയുന്നത് ഇതാണ്: നമ്മളെല്ലാ ഇടവകകളിലും ഈ ലൈഫ് ഇൻ ദ സ്പിരിറ്റ് സെമിനാർ, ബാപ്റ്റിസം ഇൻ ദ ഹോളി സ്പിരിറ്റ് നമുക്ക് എത്തിച്ചു കൊടുക്കാൻ സാധിക്കണം. കാരണം പരിശുദ്ധാത്മാവിൻ്റെ ഒരു പദ്ധതിയാണ്. കരിസ്മാറ്റിക് നവീകരണം സഭയിൽ കൊണ്ടുവന്നപ്പോൾ പരിശുദ്ധാത്മാവ് എന്തായിരുന്നു ആഗ്രഹിച്ചതെന്ന് ഞാൻ പലപ്പോഴും പ്രാർത്ഥിക്കാറും ചിന്തിക്കാറുമുണ്ട്. അപ്പോൾ എനിക്ക് ഉറച്ച ബോധ്യമാണ്, പരിശുദ്ധാത്മാവ് 1967 കരിസ്മാറ്റിക് നവീകരണം സഭയിൽ കൊണ്ടുവന്നപ്പോൾ പരിശുദ്ധാത്മാവ് ആഗ്രഹിച്ചത്, ആദ്യ പെന്തക്കോസ്തായിൽ മുഴുവൻ സഭയും എങ്ങനെ കരിസ്മാറ്റിക് ആയിരുന്നോ അതുപോലെ ഈ കൃപയുടെ ഒഴുക്ക്, ഈ കൃപയുടെ പ്രവാഹം ഒഴുകി എല്ലാ പാരീഷുകളിലും, എല്ലാ ഇടവകകളിലും, എല്ലാ കുടുംബങ്ങളിലും, എല്ലാ കോൺവെൻറ്റുകളിലും, എല്ലാ സന്യാസ സഭകളിലും, എല്ലാ വൈദികരിലും, എല്ലാ ബിഷപ്പ്മാർക്കും, എല്ലാ കർദിനാൾമാർക്കും എത്തണം എന്നാണ് പരിശുദ്ധാത്മാവ് ആഗ്രഹിച്ചത്. പ്രൈസ് ദി ലോർഡ്. അപ്പം ഞാൻ ചിലപ്പോൾ ചിന്തിക്കാറുണ്ട്, ഇതിൻ്റെ തടസ്സം ആരായിരുന്നു? ഇപ്പം പരിശുദ്ധാത്മാവിൻ്റെ പദ്ധതിയാണ്. പരിശുദ്ധാത്മാവ് ഇത്രയെല്ലാം അംഗീകാരം തന്നു. ആർക്കും കിട്ടാത്ത അംഗീകാരം കരിസ്മാറ്റിക് നവീകരണത്തിന് കിട്ടി. ഇതിന് തടസ്സം ആരാണ്? ഞാനും നിങ്ങളും. വേറെ ആരുമല്ല ഇതിൻ്റെ തടസ്സം. പ്രിയപ്പെട്ടവരെ, നമ്മളൊക്കെ ചിന്തിച്ചു കഴിഞ്ഞാൽ, നമ്മളൊക്കെ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ നടക്കാത്തതൊന്നുമില്ല. നമുക്കത് വേണ്ടാന്ന് വെച്ചിട്ടാ. പരിശുദ്ധ പിതാവ് ആഗ്രഹിക്കുന്നു, പരിശുദ്ധാത്മാവ് ആഗ്രഹിക്കുന്നു, കേരള കരിസ്മാറ്റിക് സർവീസ് ഓഫ് കമ്മ്യൂണിയൻ ആഗ്രഹിക്കുന്നു, ഈ ലൈഫ് ഇൻ ദ സ്പിരിറ്റ് സെമിനാറും ഈ ബാപ്റ്റിസം ഇൻ ദ ഹോളി സ്പിരിറ്റും ഓരോ ഇടവകളിലും ഓരോ കുടുംബത്തിലും എത്തണമെന്ന്. ഈ ഗോൾഡൻ ജൂബിലിക്ക് തയ്യാറെടുക്കുന്ന സമയത്ത് നമുക്ക് അതിനെപ്പറ്റി ചിന്തിക്കാൻ സാധിക്കുമോ? ഇതൊരു പ്രോജക്റ്റായിട്ട് എടുത്തിട്ട് നമുക്ക് ചെയ്യാൻ സാധിക്കുമോ? ആരും മിണ്ടുന്നില്ല. ലീഡേഴ്സ് എല്ലാവരും ഇങ്ങനെയാണ്, ആരും മിണ്ടുന്നില്ല. നമുക്ക് അസാധ്യമായിട്ട് ഒന്നുമില്ല പ്രിയപ്പെട്ടവരെ, അസാധ്യമായിട്ട് ഒന്നുമില്ല. നമ്മൾ ഇതിനെപ്പറ്റി എന്തെങ്കിലും ചെയ്തേ പറ്റൂ. കാരണം പരിശുദ്ധാത്മാവ് ആഗ്രഹിക്കുന്നു, പരിശുദ്ധ പിതാവ് ആഗ്രഹിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. മൂന്നാമത്തെ തൂണ് ഏതാണെന്നറിയാമോ? നമ്മളെല്ലാവരും ഇപ്പം മറന്നുപോയ ഒരു തൂണുണ്ട്. ഈ കത്തോലിക്ക കരിസ്മാറ്റിക് നവീകരണം തുടങ്ങിയത് എവിടെയാണെന്നറിയാമോ? സ്ഥലമല്ല ഞാൻ ചോദിക്കുന്നത്, വർഷമല്ല ചോദിക്കുന്നത്. ഇതൊരു പ്രാർത്ഥനാ ഗ്രൂപ്പിലാണ് തുടങ്ങിയത്. അതൊരു കരിസ്മാറ്റിക് പ്രാർത്ഥനാ ഗ്രൂപ്പ് അല്ലായിരുന്നു. ആ യൂണിവേഴ്സിറ്റി സ്റ്റുഡൻസ് ഒന്നിച്ചു കൂടിയ ഒരു കൂട്ടായ്മ ഉണ്ടായിരുന്നു. ആ കൂട്ടായ്മയുടെ പേരാണ് ചീറോ സൊസൈറ്റി. ചീറോ സൊസൈറ്റി എന്ന് പറഞ്ഞ ഒരു ഗ്രൂപ്പ്, അവർ ഒന്നിച്ചു കൂടി പ്രാർത്ഥിക്കുമായിരുന്നു. അപ്പോൾ അവർ പറഞ്ഞു, നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ഒരു തീഷ്ണത വരുന്നില്ലല്ലോ, അപ്പോൾ നമുക്കൊരു ഒരു ഒരു വീക്കെൻഡ് ധ്യാനം നമുക്ക് കൂടാം എന്ന് പറഞ്ഞാണ് ഈ ധ്യാനത്തിന് വരുന്നത്. അപ്പോൾ അവിടെ ഒരു പ്രാർത്ഥനാ ഗ്രൂപ്പ് ഉണ്ടായിരുന്നു. ആ പ്രാർത്ഥനാ ഗ്രൂപ്പിലാണ് കരിസ്മാറ്റിക് നവീകരണം തുടങ്ങിയത്. പ്രൈസ് ദി ലോർഡ്. 5 വർഷമായപ്പോൾ
കരിസ്മാറ്റിക് നവീകരണം തുടങ്ങി 5 വർഷമായപ്പം 1000 പ്രാർത്ഥനാ ഗ്രൂപ്പുകൾ ഉണ്ടായി. ആയിരത്തി 1980 ആയപ്പം 8000 പ്രാർത്ഥനാ ഗ്രൂപ്പുകൾ ഉണ്ടായി. 2000 വർഷമായപ്പോൾ 2235 രാജ്യങ്ങളിൽ പ്രാർത്ഥനാ ഗ്രൂപ്പുകളായി. അന്ന് 13 ദശലക്ഷം വ്യക്തികൾ പ്രാർത്ഥനാ ഗ്രൂപ്പിൽ ഉണ്ടായിരുന്നു. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഈ പ്രാർത്ഥനാ ഗ്രൂപ്പാണ് നമ്മുടെ അടിസ്ഥാനം. ഇന്ന് നമുക്കെല്ലാം ബുദ്ധിമുട്ടാണ് പ്രാർത്ഥനാ ഗ്രൂപ്പിൽ വരാൻ. പ്രാർത്ഥനാ ഗ്രൂപ്പുകൾ ഇല്ല എന്ന് പറയുന്നു. പ്രാർത്ഥനാ ഗ്രൂപ്പുകൾക്ക് വേണ്ടി നമ്മളൊന്നും ചെയ്യുന്നില്ല. പ്രാർത്ഥനാ ഗ്രൂപ്പുകളൊക്കെ നിന്നുപോയെന്ന് പറഞ്ഞു. പക്ഷേ തുടങ്ങിയത് എവിടെയാണ്? വളർന്നത് എവിടെയാണ്? കാട്ടുതീ പോലെ വളർന്നത് എവിടെയാണ്? എവിടെ കരിസ്മാറ്റിക് പ്രസ്ഥാനം വന്നോ അവിടെയൊക്കെ. ബോംബെയിൽ എങ്ങനെയാണ് കരിസ്മാറ്റിക് നവീകരണം തുടങ്ങിയത്? അവരൊന്നിച്ചു കൂടിയ ഒരു പ്രേയർ ഗ്രൂപ്പിലാണ്. നമ്മളാ കാര്യങ്ങൾ മറന്നുപോയി. നമ്മുടെ തനിമ, നമ്മുടെ സ്വഭാവം, അതിൽപ്പെട്ടതാണ് ഈ കൂട്ടായ്മ, ബന്ധങ്ങൾ. അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതുകൊണ്ട് പ്രാർത്ഥനാ ഗ്രൂപ്പിലേക്ക് നമ്മൾ തിരിച്ചു പോകേണ്ടതുണ്ട്. ലോകം മുഴുവൻ പ്രാർത്ഥനാ ഗ്രൂപ്പിലാണ് കരിസ്മാറ്റിക് നവീകരണം വളർന്നത്. വീണ്ടും ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് വരദാനങ്ങൾ. വരദാനങ്ങൾ. കരിസ്മാറ്റിക് നവീകരണം ഇന്ന് ലോകത്തിൽ പടർന്നു പിടിച്ചപ്പോൾ നമുക്ക് ഏറ്റവും പ്രകടമായി കാണാൻ പറ്റുന്ന ഒരു സ്വഭാവം ഇതാണ്. മറ്റുള്ള മുന്നേറ്റങ്ങളിൽ നിന്ന് നമ്മളെ മാറ്റി നിർത്തുന്ന ഒരു സ്വഭാവം ഇതാണ്. നമ്മൾ വരദാനങ്ങൾ ഉപയോഗിക്കുന്നു. പരിശുദ്ധാത്മാവിൻ്റെ വരദാനങ്ങൾ ഉപയോഗിക്കുന്നതാണ്. അതുകൊണ്ടാണല്ലോ തുടങ്ങിയപ്പം നമുക്ക് പേര് കിട്ടിയത് എന്താണെന്നറിയോ? കത്തോലിക്ക കരിസ്മാറ്റിക് നവീകരണം, കാത്തലിക് കരിസ്മാറ്റിക് റിന്യൂവൽ. അപ്പം അതിനകത്ത് തന്നെ പേരിൽ തന്നെയുണ്ട് നമ്മൾ കരിസ്മാറ്റിക്കാണ്, കാരിസ ഉപയോഗിക്കുന്നവരാണ്, വരദാനങ്ങൾ ഉപയോഗിക്കുന്നവരാണ്. അപ്പം നമ്മൾ വരദാനം ഉപയോഗിക്കാത്തൊരു പ്രാർത്ഥനാ ഗ്രൂപ്പാണ് നമുക്കുണ്ടെങ്കിൽ അതിനെന്താ ചെയ്യേണ്ടത്? നമ്മളൊരു പേരിന് തിരുത്തലുണ്ടാക്കണം. കാരണം കത്തോലിക്ക കരിസ്മാറ്റിക് നവീകരണ പ്രാർത്ഥനാ ഗ്രൂപ്പ് എന്ന് പറയുന്നിടത്ത് ആ കത്തോലിക്ക കഴിഞ്ഞിട്ടുള്ള വാക്കില്ലേ കരിസ്മാറ്റിക് എന്നുള്ളത് അങ്ങ് വെട്ടിക്കളഞ്ഞേക്കുക. നമുക്കൊരു അധികാരമില്ല അത് യൂസ് ചെയ്യാനായിട്ട്. നമ്മൾ കാരിസ ഉപയോഗിക്കുന്നില്ലെങ്കിൽ, വരദാനങ്ങൾ ഉപയോഗിക്കുന്നില്ലെങ്കിൽ എന്ത് കരിസ്മാറ്റിക്കാണ് നിങ്ങൾ? ഞാൻ ഒരു 3 മാസം മുമ്പ് ഞാൻ ഉഗാണ്ടയിലുണ്ടായിരുന്നു. അപ്പോൾ ഉഗാണ്ടയിൽ ചെന്നപ്പോൾ അവരൊരു വൈദികനെ പറ്റി പറയാം, ഒരു കരിസ്മാറ്റിക് വൈദികൻ. ഈശോ എത്ര പേരെയാ എത്ര പേരെ ഉയർപ്പിച്ച് ഓർക്കുന്നുണ്ടോ? അല്ല, വ്യക്തികളെ പറയണ്ട, എത്ര പേരെ? 3 പേരെ. പിന്നെ ഞാൻ സഭയുടെ ചരിത്രം എടുത്തു നോക്കിയപ്പോൾ ഏറ്റവും കൂടുതൽ മരിച്ചവരെ ഉയർത്തിയ വ്യക്തി ഒരു വിശുദ്ധനാണ്, സെയിൻറ്റ് വിൻസെൻ്റ് ഫെറർ. അദ്ദേഹം 22 വ്യക്തികളെ ഉയർപ്പിച്ചു. ഇങ്ങേറ്റം കഷ്ണമാക്കി സ്റ്റൗവിൽ വെച്ച് വേവിച്ചുകൊണ്ടിരുന്ന ഒരു വ്യക്തിയെ തിരിച്ചു കൊണ്ടുവന്നു. ഉഗാണ്ട ചെന്നപ്പോൾ അവർ പറയാണ്, ഞങ്ങളുടെ അടുത്ത് വൈദികൻ, ആ വൈദികനെ എനിക്ക് നേരിട്ട് കാണാൻ സാധിച്ചില്ല, 30 മരിച്ചവരെ ഉയർപ്പിച്ച കരിസ്മാറ്റിക് പ്രീച്ചർ. ഞാൻ ചെയ്തതിലും വലിയ കാര്യങ്ങൾ ചെയ്യുമെന്ന് ഈശോ പറഞ്ഞു. നമ്മൾ ഈ വരദാനങ്ങൾ വളരണം, അതിന് തക്ക വിശുദ്ധിയുടെ ജീവിതം നയിക്കണം. ഇത് നമ്മുടെ സ്വഭാവമാണ്, നമ്മുടെ തനിമയാണ്. അതിലേക്ക് നമ്മൾ തിരിച്ചു പോകേണ്ടതുണ്ട്. വരദാനങ്ങളുടെ ഉപയോഗം. വീണ്ടും ആ സെൻട്രൽ പില്ലർ അത് മധ്യസ്ഥ പ്രാർത്ഥനയാണ്. അത് വർഗീസ് പോളിൻ്റെ വെച്ചാന്ന് എനിക്ക് തിരിച്ചറിയാൻ സാധിച്ചു. മധ്യസ്ഥ പ്രാർത്ഥനയ്ക്ക് തീക്ഷ്ണമായി പ്രവർത്തിക്കുന്ന വ്യക്തികളിൽപ്പെട്ട ഒരാളാണ് വർഗീസ് പോൾ കേരളത്തിൽ. ഇന്ന് പരിശുദ്ധാത്മാവ് ചെയ്യുന്ന വലിയ ഒരു കാര്യം സഭയിൽ, അതാണ് മധ്യസ്ഥ പ്രാർത്ഥന. അതിനെ വളർത്തുകയാണ്. ഞാനിപ്പം ഈ കഴിഞ്ഞ ദിവസം കേരളത്തിൽ വന്നു കഴിഞ്ഞപ്പോൾ ഒരു ഡോക്ടർ ചെയ്തൊരു പണിയാണ്. ഞാൻ കുറച്ച് ദിവസത്തേക്ക് വന്നപ്പോൾ വീട്ടിലൊക്കെ ഒന്ന് പോകണമെന്ന് എഴുതി വന്നു. അപ്പോൾ ഡോക്ടറിനോട് പറഞ്ഞു, 2 രൂപതകളിൽ
ഒന്ന് ഓരോ ദിവസം കൊടുക്കാമെന്ന് ചോദിച്ചു. അതായത് ഇടുക്കിയിലും കോതമംഗലത്തും. അപ്പം ഞാൻ ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോൾ ഡോക്ടറിനോട് ചോദിച്ചു ഏതൊക്കെ ദിവസം അവിടെ ഉള്ളത്. ഞാൻ ഉള്ള ദിവസങ്ങളുടെ ആ ഡേറ്റും കൊടുത്തു. അതിൽ ഒന്ന് ഫിക്സ് ചെയ്യാൻ 2 ഫിക്സ് ചെയ്യാൻ വേണ്ടിയാണ് കൊടുത്തത്. അദ്ദേഹം 5 രൂപകളിൽ ഉള്ള ദിവസം എല്ലാം ഓരോ പ്രോഗ്രാം വെച്ചു. ചങ്ങനാശ്ശേരി, പാല, ഇരിഞ്ഞാലക്കുട, കോതമംഗലം, ഇടുക്കി 5. അപ്പോൾ തുടക്കം പാലായിലായിരുന്നു. പാലായിൽ ചെന്നപ്പം എനിക്ക് അതിശയം തോന്നി. 200 പേരുണ്ടായിരുന്ന 200 പേരിൽ 150 പേരും സിസ്റ്റേഴ്സാണ്. ചങ്ങനാശ്ശേരി ചെത്തിപ്പുഴ ധ്യാനകേന്ദ്രത്തിൽ ചെന്നപ്പോൾ അവിടുത്തെ CMC അല്ലേ, CMC സിസ്റ്റേഴ്സ് ആ പ്രോവിൻസ് മുഴുവൻ അവിടെയുണ്ട്. പ്രൊവിൻഷ്യൽ കൗൺസിലേഴ്സ് എല്ലാവരും അവിടെയുണ്ട്. 600 പേര്. അതിനുശേഷം ഇരിഞ്ഞാലക്കുട 200 പേരുണ്ടായിരുന്നു. ഇന്നലെ കോതമംഗലത്ത് 200 പേരുണ്ടായിരുന്നു. അപ്പോൾ ഇതിൽ പലയിടത്തും ഒത്തിരി സിസ്റ്റേഴ്സ് വരുന്നതായിട്ട് കണ്ടു. അപ്പം ഈ മധ്യസ്ഥ പ്രാർത്ഥന അത്രമാത്രം വളർന്നുകൊണ്ടിരിക്കുക, ദൈവം വളർത്തിക്കൊണ്ടിരിക്കുക. ലോകം മുഴുവൻ ഇന്ന് മധ്യസ്ഥ പ്രാർത്ഥന വളരെ ശക്തമായിട്ട് പടർന്നു പിടിച്ചുകൊണ്ടിരിക്കുക. ആ ഒരു പ്രത്യേക കാലഘട്ടമാണ് ഇന്ന്. കാരണം ഞാനതിൽ വിശ്വസിക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, പൗലോസ്ലീഹ പറയുന്നുണ്ടല്ലോ, റോമക്കാർക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്, തിന്മ വർദ്ധിച്ചതിൽ അധികമായി നന്മ വർദ്ധിച്ചു. കാരണം തിന്മ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. ഈ തിന്മ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ ആ തിന്മയെ ചെറുക്കാനായിട്ട് സാധിക്കുന്നത് മധ്യസ്ഥ പ്രാർത്ഥനയ്ക്കാണ്. നിങ്ങളിപ്പോൾ പലരും കൂടി ഇരുന്ന് ഞാനിതൊക്കെ പറഞ്ഞപ്പോൾ ഓർക്കുന്നുണ്ടായിരിക്കും, ഈ ലൈഫ് ഇൻ ദ സ്പിരിറ്റ് സെമിനാറും ബാപ്റ്റിസം ഇൻ ദ ഹോളി സ്പിരിറ്റും ഒക്കെ പ്രചരിപ്പിക്കാൻ പറയുന്ന സഹോദരൻ ഡൽഹിയിൽ നിന്ന് വരുന്ന ഞങ്ങളുടെയൊക്കെ ഇടവക വന്ന് നോക്കാം, അന്നേരം വിവരം അറിയാം. പ്രിയപ്പെട്ടവരെ, ഒക്കെ എനിക്ക് അത്യാവശ്യം അറിയാം. ഞാനിതൊക്കെ അനുഭവിക്കുന്ന ആളാണ്. നമ്മൾ പ്രാർത്ഥിക്കുക, മധ്യസ്ഥം വഹിക്കുക. ഞാനും ഒരു പ്രയർ ഗ്രൂപ്പ് ലീഡറായിരുന്നു. ഞാൻ പ്രയർ ഗ്രൂപ്പ് ഏറ്റെടുക്കുമ്പോൾ 10 പേരുണ്ട്. അപ്പോൾ അത് വളർന്നൊരു 100 പേരായി. ഞങ്ങൾ എല്ലാ മാസവും ഒരു ഞായറാഴ്ച ഞങ്ങൾ എല്ലാവർക്കും വേണ്ടി, മൊത്തം പാരീഷിന് വേണ്ടി നമ്മൾ റിക്കളക്ഷൻ, ഒരു ഏകദിന ധ്യാനം പോലെ ചെയ്യാൻ തുടങ്ങി. അങ്ങനെ പ്രാർത്ഥനാ ഗ്രൂപ്പ് വളരാൻ തുടങ്ങി. നമ്മൾ ശക്തമായി മധ്യസ്ഥം വഹിച്ച് ഒന്ന് പ്രവർത്തിച്ച് നോക്കിയ ദൈവം വളർത്തും. അപ്പോൾ അതിനാണ് ഇന്നത്തെ കാലഘട്ടത്തിൽ നമുക്ക് വേണ്ടതാണ് ഈ മധ്യസ്ഥ പ്രാർത്ഥന, പ്രത്യേകിച്ച് പ്രവാചക മധ്യസ്ഥ പ്രാർത്ഥന. ഞാൻ അതിനെപ്പറ്റി പഠിപ്പിക്കാറുണ്ട്. അപ്പോൾ ഞാൻ നിങ്ങളെ താമസിക്കാതെ ഒരു വീഡിയോ കാണിക്കുന്നുണ്ട്. ആ വീഡിയോ കാണിക്കുമ്പോൾ ഞാൻ ലോകത്തിൽ പല ഭാഗങ്ങളിലായിട്ട്, ഇപ്പോൾ പോപ്പിൻ്റെ സ്വന്തം നാട്ടിലെ ആണ് ആദ്യം നിങ്ങൾ കാണുന്ന അർജൻറ്റീനയിൽ എങ്ങനെ 800 പേര് വന്ന് ഇങ്ങനെ ഒരു മധ്യസ്ഥ പ്രാർത്ഥന ട്രെയിനിങ്ങിൽ പങ്കുചേർന്നു. അതിനുശേഷം നിങ്ങൾ കാണുന്നത് ലാറ്റിൻ അമേരിക്കയിൽ കൊളംബിയ, പിന്നെ കാനഡ, പിന്നെ വെനിസ്വേല. അതായത് ക്രിസ്ത്യാനികൾ ഒത്തിരിയധികം പീഡിപ്പിക്കപ്പെടുന്ന ഒരു രാജ്യമാണ് വെനിസ്വേല. 2000 പേരുണ്ടായിരുന്നു അവിടെ ജെറിക്കോ പ്രേയർ നടത്താനായിട്ട്. വീണ്ടും നമ്മൾ കാണുന്നുണ്ട് ഉഗാണ്ട 500 പേരുണ്ടായിരുന്നു. അതുപോലെ കെനിയ, അവിടെ ഉണ്ടായിരുന്ന 500 പേരോളും. അവസാനം നിങ്ങൾ കാണാൻ പോകുന്ന ഒരു സിസ്റ്റേഴ്സിൻ്റെ ഒരു കമ്മ്യൂണിറ്റിയിൽ, അതായത് ഉഗാണ്ട സ്ഥാപിച്ച ഒരു സിസ്റ്റേഴ്സിൻ്റെ കമ്മ്യൂണിറ്റി. അവർക്ക് ആകെപ്പാടെ ഉള്ളത് 330 സിസ്റ്റേഴ്സാണ്. അതിൽ 230 സിസ്റ്റേഴ്സും വന്നു ഈ ഒരു ധ്യാനത്തിന്. 5 ദിവസത്തെ സിസ്റ്റേഴ്സിൻ്റെ ധ്യാനം അവരുടെ മദർ ഹൗസിൽ വെച്ച് നടന്നു. അതും അവരുടെ ജനറൽ ചാപ്റ്റർ തുടങ്ങുന്നതിന് മുമ്പ് അതിൻ്റെ പ്രിപ്പറേഷനായിട്ടാണ് ഈ 5 ദിവസത്തെ ധ്യാനം അവർ വെച്ചത്. അപ്പോൾ ജനറൽ ചാപ്റ്ററിലേക്കുള്ള ഡെലിഗേറ്റും ബാക്കിയുള്ള സിസ്റ്റേഴ്സും കൂടെ വന്ന്, അപ്പോൾ ഇതിൻ്റെ ചെറിയ ക്ലിപ്പിങ്ങാണ് നിങ്ങളെ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ അതിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ഞാൻ ഈ കഴിഞ്ഞ വർഷം മെയ് മാസത്തിൽ നമുക്ക് ആഗോളതലത്തിൽ ഒരു മധ്യസ്ഥ പ്രാർത്ഥനക്കാരുടെ ഒരു കൂട്ടായ്മ, ഒരു കോൺഫറൻസ് വെച്ചു. കാരണം കാരിസ് എന്ന് പറയുന്ന ബോഡിയിൽ മധ്യസ്ഥ പ്രാർത്ഥനയുടെ കോർഡിനേറ്റ് ചെയ്യുന്നത് ഞാനാണ്. അപ്പോൾ നമുക്ക് ഈ 52 രാജ്യങ്ങളിൽ നിന്ന് 2000 പേര്, കോവിഡൊക്കെ കഴിഞ്ഞ കാലഘട്ടമാണല്ലോ, 52 രാജ്യങ്ങളിൽ നിന്ന് 2000 പേര് ഈ ഐവറി കോസ്റ്റ് എന്ന് പറയുന്ന രാജ്യത്ത് ഒന്നിച്ചുകൂടി. അതിൻ്റെ ഒരു ചെറിയ ഫോട്ടോ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഐവറി കോസ്റ്റിൽ ഈ കോൺഫറൻസ് നടന്നതാണ്. ആഫ്രിക്കയിൽ ഈ കോൺഫറൻസ് നടന്നത്. അപ്പോൾ അങ്ങനെ ഇന്ന് ശക്തിപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇതേ രാജ്യത്ത് കോവിഡ് കഴിഞ്ഞപ്പം അവരെന്നെ വിളിച്ചു. ഇതിപ്പോൾ ഇൻ്റർനാഷണലാണ്. കോവിഡ് കഴിഞ്ഞപ്പം അവിടുത്തെ ഒരു കമ്മ്യൂണിറ്റി എന്നെ ഒരു കോൺഫറൻസിന് വിളിച്ചു. കാരണം കോവിഡിൻ്റെ കാലഘട്ടത്തിൽ ഞാൻ അവർക്കൊക്കെ വീഡിയോ റെക്കോർഡ് ചെയ്ത് അയക്കുമായിരുന്നു ടീച്ചിങ്ങിന് വേണ്ടിയിട്ട്. അപ്പോൾ അവരിങ്ങനെ ഒരു ട്രെയിനിങ് പ്രോഗ്രാം നടത്തുമായിരുന്നു. അപ്പോൾ സെപ്റ്റംബർ 2022 അവർ ഈ ട്രെയിനിങ് പ്രോഗ്രാമിലുള്ളവരെയൊക്കെ വിളിച്ചു കൂട്ടിയിട്ട് ഒരു ഫിസിക്കൽ പ്രോഗ്രാം നടത്തി എന്നോട് ചെല്ലാൻ പറഞ്ഞു. ഞാൻ
ഐവറി കോസ്റ്റിൻ്റെ തലസ്ഥാനം അബിജാനിൽ ചെല്ലപ്പോൾ ഞാൻ കരുതി ഒരു 200 പേര്. അപ്പം ഞാൻ അവിടെ ചെന്നപ്പോൾ അവരെന്നെ കൊണ്ടുപോയത് ഒരു സ്റ്റേഡിയത്തിലേക്കാണ്. ആ സ്റ്റേഡിയത്തിൽ 6000 പേര് 32 രാജ്യങ്ങളിൽ നിന്ന്. എന്തിനു വന്നതാ? മധ്യസ്ഥ പ്രാർത്ഥന ട്രെയിനിങ്ങിന് വന്നതാണ്. അപ്പം ഇങ്ങനെ പരിശുദ്ധാത്മാവ് കാട്ടുതീ പോലെ പടർത്തിക്കൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് ഈ മധ്യസ്ഥ പ്രാർത്ഥന, പ്രവാചക മധ്യസ്ഥ പ്രാർത്ഥന. അതുകൊണ്ട് നമുക്ക് അടുത്തതായിട്ട് ആ ഒരു വീഡിയോ കാണാം. ആ വീഡിയോയിൽ ഈ രാജ്യങ്ങളിലൊക്കെ എന്താണ് നടക്കുന്നതിനെ പറ്റി നിങ്ങൾക്കൊരു വ്യക്തത കിട്ടും. So we are all warriors. Así que todos somos guerreros. Are you ready for the battle? ¿Están listos para la batalla? Okay. ¿Cuántos niegan tu presencia? ¿Cuántos gritan y lloran tu ausencia? Sos vivo y poderoso, estás aquí, estás junto. All the walls of Jericho will fall. Todos los muros de Jericó van a caer. All that is blocking Todo lo que está bloqueando the revival of Argentina el reavivamiento de la Argentina will fall. va a caer. Señor, libera a nuestra familia, mi Señor. Bendito sea, Señor, libera.
for the Jericho prayer? Lead us, is coming to lead us. Dear friends, we have just finished our 7th round of Jericho prayer. So right now is a time of spiritual battle. So everyone pray at this moment. Lord, bring down. Lord, bring down. Lord, bring down the walls in Uganda. Ourselves, our loved ones, our families, our churches, our communities. So now we begin with sounding of the horns for 1 minute. So it's a very important time, and we are all going to spend the time in prayer. The Father, and of the Son, and of the Holy Spirit. Realization of things hoped for. Let all the walls of Jericho in their
ഇന്ന് ഉറങ്ങിപ്പോയ കരിസ്മാറ്റിക് നവീകരണത്തെ തൊട്ടുണർത്തുന്നത് മധ്യസ്ഥ പ്രാർത്ഥനയാണ്. ഇപ്പം നമ്മുടെ എവിടെയൊക്കെയെങ്കിലും കരിസ്മാറ്റിക് നവീകരണം ഉറങ്ങിപ്പോയിട്ടുണ്ടെങ്കിൽ, കാരണം 50 വർഷമൊക്കെ കഴിയുമ്പോഴത്തേനുണ്ടല്ലോ ഒരു ചെറിയ ഉറക്കമൊക്കെ വരാമെന്ന് പറഞ്ഞാൽ സ്വാഭാവികമാണ്. 50 വർഷമാകാൻ പോകുന്നേ ഉള്ളൂ. അപ്പോൾ ഈ സമയത്ത് നമ്മളെയും സഭയെയും തൊട്ടുണർത്താൻ ശക്തിയുള്ളതാണ് മധ്യസ്ഥ പ്രാർത്ഥന. ഇന്ന് അതുകൊണ്ടാണ് പരിശുദ്ധാത്മാവ് വളരെ ശക്തമായിട്ട് ഈ മധ്യസ്ഥ പ്രാർത്ഥന പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. പിന്നെ കരിസ്മാറ്റിക് നവീകരണം ഏറ്റവും ശക്തമായിട്ടുള്ള രാജ്യങ്ങളിൽ ഒന്നാണ് ഇന്ത്യ. ബ്രസീലിൽ ഏറ്റവും ശക്തമായിട്ടുള്ള ബ്രസീലിലാണ്. ബ്രസീലിൽ ഞാൻ ബ്രസീലിൽ ഒന്ന് കാണിക്കാമോ? ഒരു ഫോട്ടോ ഉണ്ട്. ബ്രസീലിൽ ഞാൻ 2017 തോന്നുന്നു, 17 അവിടുത്തെ ലീഡേഴ്സ് കോൺഫറൻസിന് ഞാനൊരു സ്പീക്കറായിരുന്നു. അപ്പോൾ അവർ പറയായിരുന്നു, ഇതാണ് അവിടെയുള്ള ബ്രസീലിലുള്ള ഏറ്റവും വലിയ സ്റ്റേഡിയം, 10,000 പേരെ ഇരുന്നുള്ള സ്റ്റേഡിയം. അപ്പോൾ അവർ പറഞ്ഞു 4 മാസം മുമ്പ് ഞങ്ങൾ രജിസ്ട്രേഷൻ ക്ലോസ് ചെയ്തു, കാരണം 10,000-ൽ കൂടുതൽ ഈ സ്റ്റേഡിയത്തിൽ ഇരുത്താൻ പറ്റിയല്ല. ലീഡേഴ്സ് കോൺഫറൻസാണ്, സാധാരണക്കാരുടെ അല്ല. അപ്പോൾ 10,000 ലീഡേഴ്സാണ് ഇവിടെ ബ്രസീലിലെ ലീഡേഴ്സ് കോൺഫറൻസിന് വന്നത്. ഹല്ലേലൂയ. വീണ്ടും മെക്സിക്കോയിൽ ഞാൻ മൂന്ന് പ്രാവശ്യം അവിടെ നാഷണൽ കോൺഫറൻസിൻ്റെ സ്പീക്കറായിരുന്നു. അപ്പോൾ ആദ്യത്തെ പ്രാവശ്യം ഏകദേശം 10,000 പേര്, രണ്ടാമത്തെ പ്രാവശ്യം ഏകദേശം 12,000 പേര് ലീഡേഴ്സ് വരുന്നതാണ്. ഞാൻ വേറൊരു ഫോട്ടോ കാണിക്കുന്നത് ഇതാണ്. ഇത് കോവിഡ് കഴിഞ്ഞുള്ളത്. നമ്മൾ പലരും പറയുന്നുള്ളൂ കോവിഡ് കഴിയുമ്പോൾ എല്ലാം ക്ഷയിച്ചു പോയെന്ന്. കോവിഡ് കഴിഞ്ഞ ഉടനെയുള്ള ആണ് 2022 സെപ്റ്റംബറിൽ 8,000 പേരുണ്ടായിരുന്നു അവരുടെ ലീഡേഴ്സ് കോൺഫറൻസിന്. അപ്പോൾ ഞാൻ ഇതൊക്കെ പറയുന്നത് എന്തുകൊണ്ടാണെന്നറിയോ? കാരണം പലപ്പോഴും നമ്മൾ കുറേ ലീഡേഴ്സിനൊരു നിരാശ കടന്നുകൂടിയിരിക്കുക. ആ നിരാശ എന്തുകൊണ്ടാണെന്നറിയോ? കരിസ്മാറ്റിക് നവീകരണമൊക്കെ തീർന്നു, അതിൻ്റെ കാലം തീർന്നു. ഒന്നും തീർന്നിട്ടില്ല പ്രിയപ്പെട്ടവരെ, നമ്മൾ തീർന്നതാ പ്രശ്നം. നമ്മുടെ മനസ്സിൽ പ്രത്യാശ നഷ്ടപ്പെട്ട് കഴിയുമ്പോഴത്തേനും തന്നെ നവീകരണം നിന്നുപോകും. നമുക്ക് വീണ്ടും ഉണർന്ന് പ്രവർത്തിക്കുവാനുള്ള അവസരമാണിത്. ലെവിറ്റിക്കസിന്റെ പുസ്തകത്തിൽ പറയുന്നുണ്ട്, ജൂബിലി എന്ന് പറയുന്നത് നഷ്ടപ്പെട്ടതൊക്കെ തിരിച്ചു പിടിക്കുവാനുള്ള അവസരം. അതുകൊണ്ടാണ് ഞാൻ ഇതൊക്കെ കാണിക്കുന്നത്. അതായത് ഏറ്റവും ശക്തമായിട്ട് കരിസ്മാറ്റിക് നവീകരണം ഉള്ളത് ബ്രസീലിലാണ്, പിന്നെ കൊളംബിയ, പിന്നെ മെക്സിക്കോ, പിന്നെ നൈജീരിയ, പിന്നെ വരുന്നത് ഇന്ത്യ. പ്രൈസ് ദി ലോർഡ്. അപ്പം നമ്മളൊട്ടും പുറകോട്ടല്ല. ഇന്ത്യയിലെ കരിസ്മാറ്റിക് നവീകരണത്തിൽ ചില പ്രത്യേകതയുണ്ട്. ഞാൻ അതിലേക്കൊന്നും പോകുന്നില്ല, അതെൻ്റെ സബ്ജക്റ്റ് അല്ല. പക്ഷേ ഞാനൊന്ന് എടുത്തു പറയുക, 2 കാര്യങ്ങൾ ഞാൻ പ്രത്യേകം ശ്രദ്ധിച്ചിട്ടുള്ളതാണ്. ഇത്രയും കരിസ്മാറ്റിക് റിട്രീറ്റ് സെൻ്ററുകളുള്ള ഒരു രാജ്യവുമില്ല. വലിയ വലിയ രാജ്യങ്ങളിൽ 2-3 ധ്യാന കേന്ദ്രങ്ങളുണ്ടെങ്കിൽ വലിയ കാര്യം. ഇത് 150-ൽ അധികമാണ് ഇപ്പം വളർന്നുകൊണ്ടിരിക്കുകയാണ്, വീണ്ടും പുതിയത് വന്നുകൊണ്ടിരിക്കുക. 150-ലധികം 200-ൽ താഴെ ധ്യാന കേന്ദ്രങ്ങൾ ഇന്ത്യയിൽ പരിശുദ്ധാത്മാവ് നൽകിയിട്ടുണ്ട്. അത് ഇന്ത്യ മുഴുവൻ നവീകരിക്കാനാണ്. പിന്നെ വേറൊരു പ്രത്യേക കാര്യം ഞാൻ എടുത്തു പറയട്ടെ. ഇതിപ്പം ഉഗാണ്ടയിൽ സിസ്റ്റേഴ്സിൻ്റെ ധ്യാനം നടത്തിയതുകൊണ്ടാണ് ഇത്രയും സിസ്റ്റേഴ്സിനെ നിങ്ങൾ കാണുന്നത്. പക്ഷേ ഇതുപോലെ സിസ്റ്റേഴ്സ്, ഇന്ത്യയിൽ പോലെ സിസ്റ്റേഴ്സ് ഒന്നിച്ചു വരുന്ന ഒരു ദേശവും ഞാൻ കണ്ടിട്ടില്ല. ഞാൻ 73 രാജ്യങ്ങളിൽ പോയിട്ടുണ്ട്. ഇത്രയും സിസ്റ്റേഴ്സിൻ്റെ സാന്നിധ്യം കരിസ്മാറ്റിക് നവീകരണത്തിലുള്ളത് ഇന്ത്യയിൽ മാത്രമാണ്. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ സിസ്റ്റേഴ്സിനൊക്കെ ഒന്ന് കൈയടി കൊടുത്തേര്. പിന്നെ ചില പ്രത്യേക കാര്യങ്ങളും കൊണ്ട് പറഞ്ഞ് ഞാൻ നിർത്തുകയാണ്. അതായത് ഒന്ന്, അൽമായരുടെ ശക്തീകരണം. ഞാൻ പലപ്പോഴും ഓർക്കാറുണ്ട്, ഈ കരിസ്മാറ്റിക് നവീകരണം ഇല്ലായിരുന്നെങ്കിൽ എന്നെപ്പോലെയുള്ളവരൊക്കെ ഈ സ്റ്റേജിൽ കയറുമോ? സംസാരിക്കാൻ പോലും പേടിച്ചിട്ടുള്ള വ്യക്തിയാണ് ഞാൻ. നിങ്ങളിൽ പലരും ഇങ്ങനെയുള്ളവരാകും. ശരിക്കും ഇന്ന് കരിസ്മാറ്റിക് നവീകരണം അൽമായരെ ശക്തരാക്കുന്നു. എത്രയോ സ്ഥലങ്ങളിൽ, ഏതെല്ലാം വേദികളിൽ ഇന്ന് കാരിസിൻ്റെ പ്രസിഡൻറ്റും മോഡറേറ്ററും അൽമായനാണ്. അതായത് പല തലങ്ങളിൽ കരിസ്മാറ്റിക് നവീകരണത്തിൽ തന്നെയല്ല, പല തലങ്ങളിൽ അൽമായരെ ശക്തിപ്പെടുത്തി പാരീഷ് ശുശ്രൂഷകളിൽ, പാരീഷ് കൗൺസിലുകളിൽ, അതുപോലെ സഭാതലത്തിലുള്ള സിനഡുകളിൽ ഒക്കെ കരിസ്മാറ്റിക് ബാക്ക്ഗ്രൗണ്ടുള്ള, അതായത് കരിസ്മാറ്റിക് അനുഭവത്തിലേക്ക് കടന്നു വന്നവരാണ് പലപ്പോഴും തിരഞ്ഞെടുക്കപ്പെടുക. കാരണം അവർക്ക് ആ അനുഭവമുണ്ട്, ആ ബോധ്യമുണ്ട്.
തീ കത്തുന്നവരാ. അതുകൊണ്ടാണ് ഇന്ന് രാഷ്ട്രീയ തലത്തിലും പല സ്ഥലങ്ങളിലും രാഷ്ട്രീയ തലത്തിൽ, ഞാൻ ക്രൊയേഷ്യ എന്ന് പറയുന്ന രാജ്യത്ത് ചെന്നപ്പം പ്രോഗ്രാമിൽ കൂടിക്കൊണ്ടിരുന്ന ഒരു സ്ത്രീ അതിനിടയ്ക്ക് എൻ്റെ അടുത്ത് ഒന്ന് പ്രാർത്ഥിക്കാൻ വന്നു. എന്നോട് പറഞ്ഞു, അടുത്ത പ്രസിഡൻ്റ് ഇലക്ഷന് ഞാനൊരു കാൻഡിഡേറ്റാണ്. പ്രസിഡൻ്റ് ഇലക്ഷൻ രാജ്യത്തിൻ്റെ ഒരു കരിസ്മാറ്റിക്കാണ്. പല സ്ഥലങ്ങളിലും പോകുമ്പോൾ എം പിമാരായിട്ടൊക്കെ മത്സരിക്കാൻ പോകുന്നവർ പ്രാർത്ഥിക്കാൻ വരാറുണ്ട്. പ്രത്യേകിച്ച് ഞാൻ പാർലമെൻറ്റിലാണ് ജോലി ചെയ്തുകൊണ്ടിരുന്നതെന്ന് പറയുമ്പോഴത്തേനും അവർ പ്രാർത്ഥിക്കാൻ വരാറുണ്ട്. അപ്പോൾ അവരൊക്കെ എം പിമാരാകാൻ മത്സരിക്കാനൊക്കെ പോകുന്നത്. ഇന്ത്യയിൽ നമുക്ക് അങ്ങനെ ഒരു അവസരം ഇതുവരെ കിട്ടിയിട്ടില്ല, പക്ഷേ പല രാജ്യങ്ങളിലും ഉണ്ട്. അതായത് കരിസ്മാറ്റിക് നവീകരണം പല തലങ്ങളിലായി പ്രവർത്തിക്കുന്നു. ഞാനിപ്പോൾ നിങ്ങളെ ആ ഫോട്ടോ കാണിച്ചല്ലോ, ആ ഒരു ഐവറി കോസ്റ്റിൻ്റെ ഫോട്ടോ ഒന്നുകൂടെ കാണിച്ചേ. ആ ഒരു ഹാള്, ഞങ്ങളുടെ ആ 2000 പേരുടെ പ്രോഗ്രാം നടത്തിയ ആ ഹാള് 2000 പേരുടെ സീറ്റിംഗ് കപ്പാസിറ്റിയാണ്. ഞാൻ പാർലമെൻറ്റിൽ ചീഫ് ഓഫ് പ്രോട്ടോക്കോൾ ആയിരുന്നു. ഞാൻ യുണൈറ്റഡ് നേഷൻസിൻ്റെ ജനറൽ അസംബ്ലി നടക്കുന്ന ഹാളിൽ പോലും പോയിട്ടുണ്ട്. ഇത്രയും ഭംഗിയുള്ളൊരു ഹാള് ഞാൻ കണ്ടിട്ടില്ല. അവിടെയാണ് നമ്മുടെ ഇൻ്റർനാഷണൽ മധ്യസ്ഥ പ്രാർത്ഥനയുടെ കൂട്ടായ്മ കോൺഫറൻസ് നടന്നത്. അപ്പോൾ ഞാൻ അത് കാണാനായിട്ട് ഞാൻ പോയി. കാരണം എല്ലാം ഫൈനലൈസ് ചെയ്യാനായിട്ട് മീറ്റിങ്ങിന് പോയപ്പം അവരെന്നെ കൊണ്ട് ഇത് കാണിച്ചു. അപ്പം ഞാൻ പറഞ്ഞു, ഇവിടെ എങ്ങനെ നമ്മൾ നടത്തും? ഇത് ഭയങ്കര ലക്ഷറിയസ് ഹാളല്ലേ, ഇതിൻ്റെ ഉള്ള വാടക കൊടുക്കാനായിട്ട് നമുക്ക് ഇവിടെ പൈസ ഉണ്ടാക്കാൻ പറ്റും. അപ്പം ആ ഒരു കമ്മ്യൂണിറ്റി, അതായത് ഒരു കരിസ്മാറ്റിക് കമ്മ്യൂണിറ്റിയുടെ ഫൗണ്ടറാണ് അദ്ദേഹം, ഡോക്ടർ ക്ലെമൻറ്റ്. ഡോക്ടർ ക്ലെമൻറ്റിനോട് പറഞ്ഞു, വളരെ പേടിക്കണ്ട, ഞാൻ പ്രസിഡൻറ്റിനോട് സംസാരിച്ചോളാം. ആരോട് സംസാരിക്കുന്നത്? രാജ്യത്തിൻ്റെ പ്രസിഡൻറ്റിനോടേ. ദൈവമേ, ഇത് എന്താ സംഭവം? ഒരു കരിസ്മാറ്റിക്കിൻ്റെ കമ്മ്യൂണിറ്റിയുടെ പറഞ്ഞു, ഞാൻ പ്രസിഡൻറ്റിനോട് സംസാരിച്ചതിൻ്റെ വിലയൊക്കെ കുറപ്പിച്ചോളാം. അപ്പോൾ ഞാൻ അവരോട് പിന്നെ ചോദിച്ചു, വിലയൊക്കെ കുറപ്പിച്ചു. ഞങ്ങളവിടെ ചെന്ന് അതിൻ്റെ ഇനാഗുറേഷൻ്റെ സമയത്ത്, ഒത്തിരി പിതാക്കന്മാരൊക്കെ ഉണ്ടായിരുന്നു. ഇനാഗുറേഷൻ്റെ സമയത്ത് പ്രസിഡൻറ്റ് തൻ്റെ ഒരു പ്രതിനിധിയെ അവിടെ അയച്ചു. അദ്ദേഹത്തിന് ഫ്രണ്ട് സീറ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇനാഗുറേഷൻ കഴിഞ്ഞപ്പം ഒരു ചെക്ക്, പ്രസിഡൻറ്റിൻ്റെ വകയായിട്ടൊരു ചെക്ക് ആ കോൺഫറൻസിന് വേണ്ടി ഹാൻഡ് ഓവർ ചെയ്തു. അതായത് ഞാൻ പറഞ്ഞത്, ഇന്ന് കരിസ്മാറ്റിക് നവീകരണം ചെറിയ തോതിലൊന്നും അല്ല ലോകത്തിൽ നിൽക്കുന്നത്. ഞാൻ ഒരു ബുർക്കീന ഫാസോ എന്ന് പറയുന്ന ഒരു രാജ്യം, നിങ്ങൾ കേട്ടിട്ടില്ലായിരിക്കാം, ആഫ്രിക്കയിലുള്ള ഫ്രഞ്ച് സംസാരിക്കുന്ന ഒരു രാജ്യമാണ് ബുർക്കീന ഫാസോ. 2020 ജനുവരി കോവിഡിന് തൊട്ട് മുമ്പ് എന്നെ അവിടെ വിളിച്ചു. ഞാനൊരു കരിസ്മാറ്റിക് കോൺഫറൻസിന് വേണ്ടി അവിടെ ചെന്ന് അപ്പോൾ അവിടെ ഒത്തിരി പ്രശ്നങ്ങളുള്ളൊരു രാജ്യമാണ്. അപ്പോൾ ഞങ്ങൾ എല്ലാ ദിവസവും വൈകുന്നേരം അവരേതെങ്കിലും ഇടവകയിൽ ഒരു ഔട്ട്റീച്ച്, നമ്മളവിടെ ചെന്ന് ഒരു ക്ലാസ് എടുത്ത് രാജ്യത്തിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുകയായിരുന്നു. അപ്പോൾ ഈ ന്യൂസൊക്കെ പേപ്പറിൽ വരാൻ തുടങ്ങി. അപ്പോൾ അവിടുത്തെ പ്രസിഡൻ്റ് ഒരു കത്തോലിക്കനാണ്. ആ പ്രസിഡൻ്റ് വിളിച്ചു, മെസ്സേജ് ഇട്ടു, ഈ കോൺഫറൻസ് നടത്തുന്നവരെ എനിക്കൊന്ന് കാണണം. അപ്പോൾ ഞായറാഴ്ച ഞങ്ങൾ ഉച്ചയ്ക്ക് പ്രോഗ്രാം തീർന്നു. ഞായറാഴ്ച ഉച്ച കഴിഞ്ഞ് ഞങ്ങൾ ആ പ്രസിഡൻറ്റിനെ കാണാൻ, പ്രസിഡൻ്റ് എന്ന് പറഞ്ഞാൽ ഇവിടെ നമ്മുടെ പോലത്തെ പ്രസിഡൻ്റ്, നമ്മുടെ പ്രൈം മിനിസ്റ്ററിൻ്റെ സ്ഥാനം, കാരണം എക്സിക്യൂട്ടീവ് പവറുള്ള പ്രസിഡൻ്റാണ്. അപ്പോൾ അദ്ദേഹത്തെ വീട്ടിൽ പോയി കണ്ടു. അവിടുത്തെ സ്പിരിച്വൽ ഡയറക്ടർ അച്ഛനും അവിടുത്തെ ചെയർമാനും ഞാനും. അപ്പോൾ അവിടെ ചെന്ന് കണ്ടു കഴിഞ്ഞ്, നിങ്ങളെന്നാ ചെയ്തത്, പ്രാർത്ഥിച്ചതൊക്കെ ഞാൻ കണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞ് എല്ലാം പറഞ്ഞു കൊടുത്തു കഴിഞ്ഞപ്പോൾ ആ പ്രസിഡൻറ്റ് എഴുന്നേറ്റിട്ട് ഞങ്ങളുടെ മുമ്പിൽ വന്നിട്ട് മുട്ടയിൽ കുത്തി. മുട്ടയിൽ കുത്തിയിട്ട് പറഞ്ഞു, എൻ്റെ തലയിൽ കൈവച്ച് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. ഒരു പ്രസിഡന്റ് ചെയ്ത കാര്യമാണ്. അപ്പം ഇന്ന് കരിസ്മാറ്റിക് നവീകരണം ഉറങ്ങിക്കിടക്കുന്ന പലരെയും തൊട്ടുണർത്തുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത്. അല്ലാതെ ഞാൻ ചെയ്ത വലിയ കാര്യങ്ങളല്ല, പരിശുദ്ധാത്മാവ് ചെയ്യുന്ന വലിയ കാര്യങ്ങൾ. അതുപോലെ ബോട്സ്വാന എന്ന് പറയുന്ന രാജ്യത്ത് അവിടെ പ്രൊട്ടസ്റ്റന്റുകാരാണ് കൂടുതൽ, കത്തോലിക്കർ വളരെ കുറവാണ്. അപ്പോൾ ഞങ്ങൾ അവിടെ ചെന്ന് ഈ മധ്യസ്ഥ പ്രാർത്ഥനയുടെ പ്രോഗ്രാം നടത്തിയപ്പോൾ ഞങ്ങളെ പല സ്ഥലങ്ങളിൽ പ്രാർത്ഥിക്കാൻ ഇവരെ വിട്ടു. അപ്പോൾ ഒരു സ്ഥലം പ്രസിഡൻറ്റിൻ്റെ ഓഫീസായിരുന്നു. പ്രസിഡൻറ്റിൻ്റെ ഓഫീസ്, നമ്മൾ പ്രസിഡൻറ്റിനെ കാണാനൊന്നുമല്ല പോയത്, നമ്മൾ പ്രസിഡൻറ്റിൻ്റെ ഓഫീസിൻ്റെ പുറത്ത് നിന്ന് പ്രാർത്ഥിക്കുകയാണ്. അപ്പോൾ ഇവർ പറഞ്ഞു, പ്രസിഡൻറ്റ് ഓഫീസിലേക്ക് എഴുത്തെഴുതണം, കാരണം നമ്മൾ അവിടെ ഒന്ന് ഇപ്പോൾ പ്രാർത്ഥിക്കുന്നതല്ലേ. അവിടെ എഴുത്തെഴുതി കഴിയുമ്പോൾ ആ പ്രസിഡൻറ്റിൻ്റെ മെസ്സേജ് വന്നു, ഞാൻ സന്നിധനായിരിക്കും പ്രാർത്ഥിക്കുന്നിടത്ത്. അതൊരു പ്രൊട്ടസ്റ്റന്റുകാരനാണ്. അപ്പോൾ ഞങ്ങളവിടെ ചെന്നപ്പോൾ ഒരു ടെൻ്റൊക്കെ കെട്ടി, അവിടെ വലിയൊരു സംവിധാനമാണ്. അവിടെ പ്രസിഡൻറ്റ് വന്ന് നിൽക്കുന്നു, പ്രസിഡൻറ്റിൻ്റെ മിനിസ്റ്റേഴ്സ് എല്ലാം വന്ന് നിൽക്കുന്നു. അപ്പോൾ എന്നോട് പറഞ്ഞ് പ്രെയർ ലീഡ് ചെയ്യാൻ. അപ്പോൾ നമ്മൾ അവിടുത്തെ പ്രസിഡൻറ്റ്, ബോട്സ്വാനയിലെ പ്രസിഡൻറ്റിന് വേണ്ടിയിട്ട് പ്രാർത്ഥിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞത്, ഇന്ന് കരിസ്മാറ്റിക് നവീകരണം വളർന്ന് പന്തലിച്ച് ഇന്ന് സഭയെ മാത്രമല്ല, കത്തോലിക്ക സഭയെ മാത്രമല്ല, എല്ലാ സഭകളെയും അതുപോലെ ലോകത്തെ മുഴുവൻ ഇന്ന് തൊട്ടുണർത്തിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. അതുകൊണ്ട് നമ്മളാരും നിരാശപ്പെടേണ്ട കാര്യമില്ല.
സമയം തീർന്നു, കരിസ്മാറ്റിക് നവീകരണം തീർന്നു എന്നൊന്നും ചിന്തിക്കരുത്. വലിയ വലിയ കാര്യങ്ങൾ കരിസ്മാറ്റിക് നവീകരണം വഴി നടന്നുകൊണ്ടിരിക്കുകയാണ്. ചുരുക്കം ചില പോയിന്റുകളോട് ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. ഇന്ന് യുവജനങ്ങൾക്കിടയ്ക്ക് യൂത്ത് യുണൈറ്റഡ് ഫോർ ക്രൈസ്റ്റ് എന്ന് പറയുന്ന യുവ സംവിധാനം ആരംഭിക്കാൻ കർത്താവ് എനിക്ക് തന്നെയാണ് പ്രേരണ നൽകിയത്. അത് തുടങ്ങി. അത് ഇന്ന് കേരളത്തിൽ ഇത്രമാത്രം അത് പടർന്നു പിടിച്ചുകൊണ്ടിരിക്കുന്നതിന് എനിക്ക് ഒത്തിരി സന്തോഷം. രാവിലെ കുർബാനയുടെ സമയത്ത് അച്ഛൻ പറഞ്ഞു, ഞാൻ യൂത്ത് യുണൈറ്റഡ് ഫോർ ക്രൈസ്റ്റിൻ്റെ പാസ്റ്ററാണ്. ഷാജി എന്നോട് പറഞ്ഞത്, ഈ പ്രൈസ് ആൻഡ് വർഷിപ്പൊക്കെ ലീഡ് ചെയ്യുന്നവരൊക്കെ യൂത്ത് യുണൈറ്റഡ് ഫോർ ക്രൈസ്റ്റ് യുവജനങ്ങൾക്കിടയ്ക്ക് പരിശുദ്ധ പിതാവ് ഈ കാരീസ് രൂപീകരിച്ച്, ഞാൻ പറഞ്ഞല്ലോ 18 അംഗ ഒരു സമിതി രൂപീകരിച്ചപ്പോൾ പരിശുദ്ധ പിതാവ് ആ സ്റ്റാറ്റ്യൂട്ട്സിൽ കൊണ്ടുവന്ന ഒരു കാര്യമാണ്, അതിൽ ഒരാൾ യൂത്ത് ആയിരിക്കണം. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഇന്ന് നമുക്ക് ഒരാളുണ്ട്, ക്രൊയേഷ്യ എന്ന ഒരു യൂത്താണ് ഇന്ന് റെപ്രസെൻറ്റേറ്റീവ് ആയിട്ടുള്ളത്. അപ്പം നമ്മൾക്ക് ഈ യുവജനങ്ങളെ വളർത്താനായിട്ടൊരു വലിയ കടപ്പാടുണ്ട്. നമ്മുടെ പ്രാർത്ഥനാ ഗ്രൂപ്പുകളിൽ, നമ്മുടെ സോണുകളിൽ, നമ്മുടെ എല്ലാ തലങ്ങളിലും യൂത്തിനെ വളർത്തുക, അവർക്ക് അവസരങ്ങൾ കൊടുക്കുക, അവരെ പ്രോത്സാഹിപ്പിക്കുക, നമ്മുടെ യുവജനങ്ങളെ ഇതിലേക്ക് കൊണ്ടുവരിക. യൂത്ത് യുണൈറ്റഡ് ഫോർ ക്രൈസ്റ്റിനെ ഇന്ന് KST വളരെ കാര്യമായിട്ട് ചേർത്ത് പിടിച്ച് വളർത്തിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. നിങ്ങളുടെ സഹകരണം ഇതിനാവശ്യമുണ്ട്. അതുപോലെ കുട്ടികൾ തീർച്ചയായിട്ടും ഒരു ആവശ്യമാണ്. ഇന്ന് നമുക്ക് ആ യൂത്തിനെ പറ്റി പറഞ്ഞപ്പം യൂത്ത് യുണൈറ്റഡ് ഫോർ ക്രൈസ്റ്റിൻ്റെ കൂടെ ജീസസ് യൂത്ത്, തീർച്ചയായിട്ടും ജീസസ് യൂത്ത് ഇന്ന് ഇന്ത്യയിൽ തുടങ്ങി ആഗോള തലത്തിൽ അവർ ഒത്തിരി കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. തീർച്ചയായിട്ടും നമ്മൾ കേരളത്തിൽ തുടങ്ങിയൊരു കാര്യമാണ്. നമുക്കൊരു കൈയടിച്ച് അവരെ പ്രോത്സാഹിപ്പിക്കാം. അതുപോലെ കുട്ടികൾക്ക് വേണ്ടി, ടീനേജേഴ്സിന് വേണ്ടിയിട്ട് നമുക്കറിയാം, നമുക്ക് കേരളത്തിൽ തന്നെ ഒരു റിട്രീറ്റ് സെൻ്റർ ഉണ്ട്, ക്രിസ്ത്യൻ റിട്രീറ്റ് സെൻ്റർ. കേരള സർവീസ് ടീം ക്രിസ്ത്യൻ മിനിസ്ട്രി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ എല്ലാം നമ്മുടെ വീടുകളിൽ, നമ്മുടെ പാരിഷുകളിലൊക്കെ കുട്ടികളെ പ്രത്യേകിച്ച് അവരുടെ ചെറുപ്പമായിരിക്കും തന്നെ ഇതിലേക്ക് കൊണ്ടുവരേണ്ട ആവശ്യമുണ്ട്. അത് ആഗോള തലത്തിൽ ഇങ്ങനെ പരിശുദ്ധ പിതാവൊക്കെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു കാര്യമാണ്. അതുപോലെ ഫാമിലീസ്, കുടുംബങ്ങൾ. ഷാജിയാണ് ഞങ്ങളുടെ നാഷണൽ സർവീസ് ഓഫ് കമ്മ്യൂണിയൻ്റെ കോർഡിനേറ്റ് ചെയ്യുന്നത്, കപ്പിൾസ് ഫോർ ക്രൈസ്റ്റ്. അപ്പോൾ ഷാജിയെ പറ്റി പറയുമ്പം വേറൊരു കാര്യം കൂടെ നിങ്ങൾ അറിഞ്ഞോന്ന് എനിക്കറിയത്തില്ല, ഷാജി പറഞ്ഞോന്നും അറിയത്തില്ല, KSTയോടും പറഞ്ഞോന്നും അറിയത്തില്ല. ഷാജി ഇവിടെ ജീവജ്വാലയെ പറ്റി പറഞ്ഞപ്പോൾ ഞാൻ ഓർക്കുമായിരുന്നു, ഷാജി ഇത്രയും തീക്ഷ്ണതയോട് കൂടി ജീവജ്വാലയെ പറ്റി പറഞ്ഞു. ഷാജി ജീവജ്വാല ഇത്ര നന്നായിട്ട് ചെയ്തുകൊണ്ട് നാഷണൽ സർവീസ് ഓഫ് കമ്മ്യൂണിയൻ ഷാജിക്ക് ഒരു പ്രൊമോഷൻ കൊടുത്തു, കാരിസ് ഇന്ത്യയുടെ എഡിറ്ററാക്കി. കാരിസ് ഇന്ത്യ കേട്ടിട്ടുണ്ടോ? ഷാജി ഒന്ന് എഴുന്നേറ്റ് നിന്നേ, എല്ലാവരും ഒന്ന് കൈയടിക്കട്ടെ. കാരിസ് ഇന്ത്യ ഇങ്ങനെ തളർന്ന് ക്ഷീണിച്ച് പോകുമായിരുന്നു. അപ്പോൾ നല്ലൊരു എഡിറ്ററെ അന്വേഷിച്ച് പ്രാർത്ഥിച്ച് ഒരു 4 മീറ്റിങ്ങുകളിൽ ഞങ്ങൾ ചർച്ച ചെയ്തിട്ട് അവസാനം ജീവജ്വാലയെ വളർത്തിയ ഷാജിയെ തന്നെ നമുക്ക് കാരിസ് ഇന്ത്യ ഏൽപ്പിക്കാമെന്ന് പറഞ്ഞ് ഈ കഴിഞ്ഞ 2 ആഴ്ച മുമ്പാണ് ഞങ്ങൾ ഹൈദരാബാദിൽ കൂടിയത്. അവിടുത്തെ മീറ്റിങ്ങിൽ വെച്ച് ഷാജിയെ കാരിസ് ഇന്ത്യയുടെ ചീഫ് എഡിറ്ററായിട്ട് അപ്പോയിൻറ്റ് ചെയ്തു. ഏപ്രിൽ മാസം മുതൽ ഷാജി ആയിരിക്കും കാരിസ് ഇന്ത്യയുടെ ചീഫ് എഡിറ്റർ. പ്രൈസ് ദി ലോർഡ്. അതുപോലെ നമുക്ക് ദൈവവിളികൾ ഒത്തിരി, ഇന്ന് പലയിടത്തും സെമിനാരികളിൽ ചെല്ലുമ്പം അവിടെയുള്ള മിക്കവാറും ഒക്കേഷൻസ് നവീകരണം വഴി വന്ന, ഒന്നെങ്കിൽ അവർ ജീസസ് യൂത്തിലായിരുന്നു, അല്ലെങ്കിൽ അവരുടെ കുടുംബം കരിസ്മാറ്റിക് ആയിരുന്നു. ഇന്ന് വരുന്ന ദൈവവിളികളിൽ നല്ലൊരു ശതമാനം ഇന്ന് അവർ നവീകരണ അനുഭവത്തിലൂടെ വരുന്നതാണ്. അതുപോലെ തന്നെ ഇന്ന് ഒത്തിരി കരിസ്മാറ്റിക് കോൺഗ്രിഗേഷൻസ് ഉണ്ട്. അതായത് കരിസ്മാറ്റിക് കോൺഗ്രിഗേഷൻ എന്ന് ഞാൻ പറയുമ്പോൾ ഒന്നെങ്കിൽ അവരെ സ്ഥാപിച്ച ഒരു കരിസ്മാറ്റിക്, അല്ലെങ്കിൽ അവരുടെ സഭയുടെ കാരിസം തന്നെ കരിസ്മാറ്റിക്. അപ്പോൾ നമുക്കിവിടെ MSMI സിസ്റ്റേഴ്സ് ഉണ്ട്. നമുക്കറിയാം, ബഹുമാനപ്പെട്ട CJ വർക്കിയച്ചൻ സ്ഥാപകനായിരുന്നു. സ്ഥാപകൻ കരിസ്മാറ്റിക്കിൻ്റെ വലിയ പ്രീച്ചറായിരുന്നു. അപ്പോൾ അങ്ങനെയാണ് സഭ തന്നെ സ്ഥാപിക്കപ്പെട്ടത്. അതുപോലെ വേറെ ചില കോൺഗ്രിഗേഷൻസ് ഉണ്ട്, യുണൈറ്റഡ് സ്റ്റേറ്റ്സിൽ, മെക്സിക്കോയിലൊക്കെ ഉണ്ട്. അവരുടെയൊക്കെ കാരിസം തന്നെ കരിസ്മാറ്റിക്കാണ്. അവരുടെ ഒറ്റ ഉദ്ദേശമുള്ളൂ കരിസ്മാറ്റിക് റിട്രീറ്റ് പ്രീച്ച് ചെയ്യുക എന്നുള്ളത്. അങ്ങനെ ആഗോളതലത്തിൽ നമുക്കത് കാണാൻ സാധിക്കും. വീണ്ടും കരിസ്മാറ്റിക് കമ്മ്യൂണിറ്റികൾ നമുക്ക് ചിലപ്പോൾ അതിശയം തോന്നാം, നമുക്ക് കേരളത്തിലൊന്നും ചിന്തിക്കാൻ മേല. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഈ ഐവറി കോസ്റ്റിൽ ചെന്നപ്പം ഈ കോൺഫറൻസ് ഒക്കെ ഓർഗനൈസ് ചെയ്തത് ഒരു അൽമായൻ ഡോക്ടർ ക്ലെമൻറ്റ് എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്, ആഫ്രിക്കനാണ്. അപ്പോൾ അദ്ദേഹം സ്ഥാപിച്ച ഒരു കമ്മ്യൂണിറ്റി, അദ്ദേഹം സ്ഥാപിച്ച കമ്മ്യൂണിറ്റിയിൽ 100ഓളം വൈദികർ, 200ഓളം സിസ്റ്റേഴ്സ്, അൽമായർ,
ഇതെല്ലാം ഈ കമ്മ്യൂണിറ്റിയിലുണ്ട്. അദ്ദേഹമാണ് അതിൻ്റെ ലീഡർ, അദ്ദേഹമാണ് അതിൻ്റെ ഫൗണ്ടർ, ഒരു അൽമായൻ. ഇപ്പം ഞാൻ ഓർക്കായിരുന്നു, ഒരു അൽമായൻ എന്തുമാത്രം അംഗീകാരം അവിടെയുണ്ട്. വൈദികർക്ക്, 100ഓളം വൈദികർക്ക് അദ്ദേഹത്തിൻ്റെ കീഴിൽ വർക്ക് ചെയ്യുന്നതിന് ഒരു പ്രശ്നവുമില്ല. അപ്പോൾ ഇതൊക്കെ എന്ന് പറഞ്ഞാൽ കരിസ്മാറ്റിക് നവീകരണത്തിലൂടെ വന്ന അനുഗ്രഹങ്ങളിൽപ്പെട്ടതാണ്. നമ്മളിതൊക്കെ അറിയുകയും മനസ്സിലാക്കുകയും ചെയ്യണം. ചില സ്ഥലങ്ങളിലൊക്കെ ഈ കമ്മ്യൂണിറ്റികൾ വളരെ ശക്തമാണ്. ഇപ്പം ബ്രസീലിൽ ഒരു ഷാലോം കമ്മ്യൂണിറ്റി ഉണ്ട്. ലോകം മുഴുവൻ അവർ പ്രചരിച്ചു കഴിഞ്ഞു. ഇന്ത്യയിൽ അവർ സ്ഥാപിക്കാനായിട്ട് ഇപ്പം ശ്രമിച്ചുകൊണ്ടിരിക്കുക. ഷാലോം കമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞാൽ അവർ പറയുന്നത് ബ്രസീൽ സർക്കാരിനേക്കാളും ശക്തമാണ്. അവരുടെ ടെലിവിഷൻ നെറ്റ്വർക്ക് ഭയങ്കര അതിശക്തമാണ്. അതുപോലെ തന്നെ അവിടെ വേറൊരു കമ്മ്യൂണിറ്റിയാണ് കാസനോവ കമ്മ്യൂണിറ്റി. ഞാനൊരു 3 പ്രാവശ്യം അവിടെ പോയി പ്രോഗ്രാമൊക്കെ നടത്തിയിട്ടുള്ളതാണ്. അതിശക്തമാണ്. അവരുടെ TV ചാനൽ എല്ലാ കത്തോലിക്ക കുടുംബങ്ങളിലും കാണുന്ന ഒരു TV ചാനലാണ്. അപ്പോൾ അതിനെപ്പറ്റി പറയുമ്പോൾ നമ്മുടെ TV ചാനലുകളെ പറ്റി നമുക്ക് പറയാതിരിക്കാൻ പറ്റിയല്ല, അല്ലേ? ഗുഡ്നസ് TV, ഷാലോം TV, ഷെക്കീന TV, ഇതൊക്കെ കൊച്ചു കേരളത്തിൽ തുടങ്ങി ഇന്ന് ഇൻ്റർനാഷണൽ ആയിക്കൊണ്ടിരിക്കുക. ഷാലോം എത്ര രാജ്യങ്ങളിലായി, ഇപ്പം എത്ര ഭൂഖണ്ഡങ്ങളിലായി. അതുപോലെ തന്നെ ഷെക്കീനായി വളർന്നുകൊണ്ടിരിക്കുക. അപ്പോൾ ഈ ഇൻ്റർനാഷണൽ തലത്തിലേക്ക് നമ്മൾ വളർന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് നമ്മളൊന്ന് ഓർത്തിരിക്കുക, ദൈവത്തിന് നന്ദി പറയുക ഇതിനൊക്കെ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ ഒത്തിരി വിശുദ്ധർ ഇന്ന് പലരും, സിസ്റ്റർ റാണി മരിയ FCC സിസ്റ്റേഴ്സ് കൂടിയുണ്ട്. സിസ്റ്റർ റാണി മരിയ ഒരു കരിസ്മാറ്റിക് ആയിരുന്നെന്ന് പലർക്കും അറിയത്തില്ലാത്തൊരു കാര്യമാണ്. ഞാനും സിസ്റ്റർ റാണി മരിയയും കൂടെ ഒന്നിച്ച് 1993 ഇൻഡോറിൽ ധ്യാനം കൂടിയതാണ്. അവിടെ ബാപ്റ്റിസം ഇൻ ദ ഹോളി സ്പിരിറ്റ് ഞങ്ങൾ ഒന്നിച്ച് സ്വീകരിച്ചതാണ്. അത് കഴിഞ്ഞ് 1.25 വർഷം കഴിഞ്ഞപ്പോഴാണ് സിസ്റ്റർ കൊല്ലപ്പെട്ടത്. അപ്പോൾ ഒരു കരിസ്മാറ്റിക് വിശുദ്ധയാണ്. അതുപോലെ തന്നെ ഫാദർ എമിലിയറോ ടാർഡീഫ്, നമുക്ക് ഷാലോം ഒരു പബ്ലിക്കേഷൻ ഉണ്ട്, അത്ഭുതങ്ങളെ സാക്ഷി. അത് എഴുതിയിരിക്കുന്നത് ഫാദർ എമിലിയാനോ ടാർഡീഫ്, ഡൊമിനിക്കൻ റിപ്പബ്ലിക്കിൽ ഉണ്ടായിരുന്ന വൈദികനാണ്. അദ്ദേഹത്തിൻ്റെ കാനനൈസേഷൻ പ്രോസസ്സ്, പല കമ്മ്യൂണിറ്റികളുടെ സ്ഥാപകരുടെ കാനനൈസേഷൻ പ്രോസസ്സ് നടന്നുകൊണ്ടിരിക്കുക. അപ്പോൾ നമുക്ക് അധികം താമസിക്കാതെ ഒത്തിരി വിശുദ്ധർ കരിസ്മാറ്റിക് നവീകരണം വഴി ഉണ്ടാകും. വിശുദ്ധിയിലേക്കുള്ള വിളിയാണല്ലോ കരിസ്മാറ്റിക് നവീകരണം. ഇതൊക്കെ നമ്മളെ ശരിക്കും പ്രോത്സാഹിപ്പിക്കണം. നമുക്ക് ഒരു പ്രചോദനമായിട്ട് ഇത് മാറേണ്ടതുണ്ട്. അതുപോലെ എക്സോർസിസം, അല്ലേ? എക്സോർസിസം, ഡെലിവറൻസ്, ഈ മേഖലകളിൽ ഒത്തിരി പേര് സഭയ്ക്ക് സമാനമായി നൽകിയത് കത്തോലിക്ക കരിസ്മാറ്റിക് നവീകരണമാണ്. ഫാദർ ഗബ്രിയൽ ആമോർത്ത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. അതുപോലെ ഫാദർ റൂഫസ് പെരേര, ഫാദർ ഏലിയാസ് വെല്ല മാൾട്ടായിൽ നിന്നുള്ള, ഇന്ത്യയിലും വന്ന് സെമിനാർ നടത്തിയിട്ടുണ്ട്. അതുപോലെ ഈ ഫാദർ എമിലിയാനോ ടാർഡീഫ്, അങ്ങനെ പലരും കരിസ്മാറ്റിക് നവീകരണം വഴിയാണ് സഭയ്ക്ക് മുതൽക്കൂട്ടായിട്ട് ഈ എക്സോർസിസ്റ്റും ഡെലിവറൻസ് മിനിസ്ട്രിയിലുള്ളവരൊക്കെ പോയത്. പിന്നെ അവസാനമായി എനിക്ക് പറയാനുള്ളത്, കരിസ്മാറ്റിക് നവീകരണം വഴി സഭയെ തൊട്ടുണർത്താനായിട്ട് കേരളീയർക്ക്, മലയാളികൾക്ക് പ്രത്യേക ഒരു ദൗത്യം പരിശുദ്ധാത്മാവ് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്കറിയാവോ, പല രാജ്യങ്ങളിലും ചെല്ലുമ്പോഴേ അവിടെ ധ്യാനം കൂടുന്നവരൊക്കെ ഒന്നെങ്കിൽ ഡിവൈൻ റിട്രീറ്റ് സെൻറ്ററിൽ, ഇപ്പം ഞാൻ ഉഗാണ്ടയിൽ ചെന്നു, അവിടെ 2 റിട്രീറ്റ് സെൻ്ററുണ്ട് വിൻസെൻഷ്യൻ ഫാദേഴ്സിൻ്റെ. കെനിയായി ചെന്നു, അവിടെയും 2-3 റിട്രീറ്റ് സെൻ്ററുണ്ട്. അപ്പോൾ ഇവിടെയൊക്കെ എല്ലാവരും ധ്യാനം കൂടുന്നത് ഈ മലയാളികൾ പ്രീച്ച് ചെയ്യുന്ന ധ്യാനമാണ്. UK-യിലും കാനഡയിലും ഓസ്ട്രേലിയയിലും ഇങ്ങനെ. അപ്പം ഞാൻ പലപ്പോഴും ചിന്തിക്കുന്നുണ്ട്, ഇത്രയും മിഷണറീസ് എവിടെയെല്ലാം ഉണ്ടായിട്ട് ഇന്ന് ലോകത്തെ മുഴുവൻ തൊട്ട് ഉണർത്തുവാനായിട്ട് ഉപയോഗിക്കുന്നത് ആരെയാ? മലയാളികളെയാണ്. എല്ലാ രാജ്യങ്ങളിലും മലയാളി പ്രീച്ചേഴ്സ് ഇവിടുന്ന് ഏതെങ്കിലും ടീമുകളൊക്കെ പോയി ധ്യാനിപ്പിക്കുന്നതാണ്. പലർക്കും മലയാളം അറിയത്തുള്ളൂ, പക്ഷേ ട്രാൻസ്ലേഷനോട് കൂടി അവർ ചെയ്യുക. കാരണം ഞാനിതിനകത്ത് കാണുന്നുണ്ടല്ലോ, ഈ മലയാളികൾക്ക് വേണ്ടിയിട്ട് ദൈവത്തിന് വലിയ ഒരു പദ്ധതിയുണ്ട്. ഞാൻ ഈ പരിശുദ്ധ പിതാവിൻ്റെ സ്വന്തം രൂപത ബുവനസ് ഐറസിൽ ഡിസംബർ 2022 ഒരു പ്രോഗ്രാം നടത്തുകയായിരുന്നു. അപ്പം ഞാൻ ഇതുപോലെ ഒരു വലിയ സമൂഹം 1200 പേര് ഇരിപ്പുണ്ട്. അപ്പം അവരെല്ലാം വെളുത്തോറാണ്. ഞാൻ നോക്കിക്കഴിഞ്ഞാൽ ഒരു 3 പേര് ഇരിക്കുന്നു അവിടെ. അപ്പോൾ കണ്ടിട്ട് മലയാളികളാണെന്ന് തോന്നുന്നു. ഞാൻ ഈ ക്ലാസ് കഴിഞ്ഞ് അങ്ങോട്ട് ചെന്നിട്ട് ചോദിച്ചു, മലയാളിയാണോ എന്ന് ചോദിച്ചു. അന്നേരം അവർ ഞങ്ങൾ CMI അച്ഛന്മാരാണ്, CMI അച്ഛന്മാർ. അവിടെ വന്ന് സ്പാനിഷ് പഠിച്ചിട്ട് അവിടെ ഇടവകയിൽ ജോലി ചെയ്യുക. മിക്കവാറും ആൾക്കാർ വരുമ്പം ഇവരൊക്കെ പറയുന്ന കാര്യമാണ്, ഞങ്ങളുടെ വികാരിയച്ഛനെ ഈസ് ഫ്രം കേരള. ഞാനും കേരളക്കാരനാണ്.
പറഞ്ഞ ദേ ഫ്രം കേരള. അപ്പം ആ പേര് പറയുന്നത് നമുക്കറിയാം, ചാക്കോച്ചനും ജോർജ് കുട്ടിയൊക്കെയാണെന്ന് പറയുമ്പോൾ നമുക്ക് മനസ്സിലാവും. അപ്പം ഞാനിത് പറഞ്ഞു വരുന്നതെന്നറിയോ, ഇന്ന് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ഈ കേരളത്തിന്, കൊച്ചു കേരളത്തെ പ്രതി പരിശുദ്ധാത്മാവിന് വലിയ ഒരു പദ്ധതിയാണ്. പ്രൈസ് ദി ലോർഡ്. അപ്പം ഇന്ന് നമ്മൾ ഈ കേരളത്തിൽ ചില പ്രശ്നങ്ങളൊക്കെ കാണുമ്പം നമ്മൾ ഈ ആത്മീയ തലത്തിൽ ചിന്തിക്കുകയാണെങ്കിലുണ്ടല്ലോ, അത് എന്തുകൊണ്ടാണെന്നറിയോ, കേരളത്തിനെ പ്രതി പരിശുദ്ധാത്മാവിന് ഇത്രയും ശക്തമായ പദ്ധതിയുണ്ട്. അത് നിറവേറ്റിക്കൊണ്ടിരിക്കുമ്പം അതിനെ തളർത്താൻ വേണ്ടി സാത്താൻ കൊണ്ടുവരുന്ന പദ്ധതികളാണ് നമ്മൾ ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിനെ തീർക്കാൻ ഈ ഇവിടെ ഇരിക്കുന്ന 1000-ലധികം ലീഡേഴ്സിന് സാധിക്കും. ശക്തമായി മധ്യസ്ഥം വഹിച്ചു. ഈ സാത്താൻ്റെ പണിതിരിക്കുന്ന ഈ കോട്ടകളൊക്കെ നമ്മൾ തകർക്കേണ്ടതുണ്ട് മധ്യസ്ഥ പ്രാർത്ഥന വഴി. അപ്പം അതുകൊണ്ട് എൻ്റെ സമയം അതിക്രമിച്ചു. നമുക്കൊന്ന് എഴുന്നേറ്റ് നിൽക്കാം. പരിശുദ്ധാത്മാവ് ചെയ്യുന്ന വലിയൊരു കാര്യത്തിൻ്റെ പങ്കാളികളാണ് നമ്മൾ. പങ്കാളികളാണെന്ന് മാത്രമല്ല, പരിശുദ്ധാത്മാവിൻ്റെ പദ്ധതി പ്രകാരം സഭയെ തൊട്ടുണർത്താൻ വേണ്ടി കൊണ്ടുവന്ന കത്തോലിക്ക കരിസ്മാറ്റിക് നവീകരണം പരിശുദ്ധാത്മാവ് തുടങ്ങി വെച്ചപ്പോൾ പരിശുദ്ധാത്മാവ് ആഗ്രഹിച്ചത്, ഇത് എൻ്റെ മക്കൾ, ഞാൻ അഭിഷേകം കൊടുക്കുന്ന ശക്തിപ്പെടുത്തുന്ന വ്യക്തികൾ, അവർ ഇതിനെ വളർത്തണം, അവർ ഇതിനെ മറ്റുള്ളവരിലേക്ക് എത്തിക്കണം. അങ്ങനെ നമ്മളെ ഓരോരുത്തരെയും ഈശോ പേര് ചൊല്ലി വിളിച്ചിരിക്കുന്നത്, നിങ്ങൾ എന്നെ തിരഞ്ഞെടുക്കുകയല്ല, ഞാൻ നിങ്ങളെ തിരഞ്ഞെടുക്കുകയാണ് ചെയ്തത്. എന്തിനു വേണ്ടിയാണ്? പരിശുദ്ധാത്മാവ് സഭയിൽ കൊണ്ടുവന്ന ഈ വലിയ കൃപയുടെ ഒഴുക്ക്, വലിയ കൃപയുടെ പ്രവാഹം സഭയിൽ എല്ലായിടത്തും എത്തിക്കുവാനായിട്ട് നിങ്ങളെയും എന്നെയും പരിശുദ്ധാത്മാവ് തിരഞ്ഞെടുത്തിരിക്കുകയാണ്. അപ്പം അതിന്ന് നിറവേറുന്നില്ലെങ്കിൽ അതിൻ്റെ കാരണക്കാർ നിങ്ങളും ഞാനുമാണ്. ഈ കരിസ്മാറ്റിക് നവീകരണം, ഈ ബാപ്റ്റിസം ഇൻ ദ ഹോളി സ്പിരിറ്റ്, ഈ ലൈഫ് ഇൻ ദ സ്പിരിറ്റ് സെമിനാർ എല്ലാ ഇടവകകളിലേക്കും, എല്ലാ കുടുംബങ്ങളിലേക്കും, എല്ലാ വ്യക്തികളിലേക്കും, എല്ലാ സഭാ സമൂഹങ്ങളിലേക്കും, എല്ലാ വൈദികരിലേക്കും, എല്ലാ മെത്രാന്മാരിലേക്കും ഇന്ന് എത്തിപ്പറ്റുന്നില്ല എങ്കിൽ നിങ്ങളും ഞാനുമാണ് അതിന് ഉത്തരവാദികൾ. വേണ്ട രീതിയിൽ നമ്മൾ പ്രാർത്ഥിക്കുന്നില്ല, വേണ്ട രീതിയിലുള്ള വിശുദ്ധിയുടെ ജീവിതം നമ്മൾ നയിക്കുന്നില്ല. നമ്മളെ കണ്ടുകൊണ്ട് പലരും പുറകോട്ട് പോവുകയാണ്. പ്രിയപ്പെട്ടവരെ, ഈ ജൂബിലി സമയത്ത് നമുക്ക് ഏകദേശം 2 വർഷത്തോളമുണ്ട്. ഈ 2 വർഷത്തോളം ഉള്ള കാലഘട്ടത്തിൽ ഈ ജൂബിലിക്ക് വേണ്ടി നിങ്ങൾ തയ്യാറെടുക്കുന്നത് പരിശുദ്ധാത്മാവ് തരുന്ന ഈ പ്രചോദനത്തെ സ്വന്തമാക്കിക്കൊണ്ട്, പരിശുദ്ധ പിതാവിൻ്റെ ആഹ്വാനത്തെ വളരെ കാര്യമായി നമ്മൾ എടുത്തുകൊണ്ട്, കത്തോലിക്ക കരിസ്മാറ്റിക് നവീകരണത്തിലെ പരിശുദ്ധാത്മാവിൻ്റെ ജ്ഞാനസ്നാനം അനുഭവിച്ച, പരിശുദ്ധാത്മാവ് തീ കത്തിച്ച, നമ്മൾ ആദ്യത്തെ വീഡിയോയിൽ കണ്ടതുപോലെ പരിശുദ്ധാത്മാവിൻ്റെ അതേ അനുഭവം നമ്മൾ ഓരോരുത്തരും അനുഭവിച്ചതാണ്. ഇതേ അനുഭവം എല്ലാവരിലും എത്തിച്ചു കൊടുക്കുവാനായിട്ട് നമ്മളാരും തളർന്നു പോകരുത്, നമ്മൾക്കാർക്കും പ്രത്യാശ നഷ്ടപ്പെടരുത്. ഈ കരിസ്മാറ്റിക് നവീകരണം തീർന്നു, ഇതൊരു ചത്ത ശവത്തെ പോലെയാണെന്ന്. ഇതൊന്നുമല്ല. കരിസ്മാറ്റിക് നവീകരണം വളരുന്ന ഒത്തിരി സ്ഥലങ്ങളുണ്ട്. പ്രത്യേകിച്ച് കരിസ്മാറ്റിക് നവീകരണത്തിന് അല്പമെങ്കിലും ക്ഷീണം വന്നിട്ടുണ്ടെങ്കിൽ ആ ക്ഷീണത്തെ മാറ്റി തൊട്ടുണർത്താൻ വേണ്ടിയാണ് ഇന്നത്തെ ഈ കാലഘട്ടത്തിൽ പ്രവാചക മധ്യസ്ഥ പ്രാർത്ഥന ഇത്രയും ശക്തമായി പരിശുദ്ധാത്മാവ് ആഗോള സഭയിൽ പ്രചരിപ്പിച്ചു കൊണ്ടിരിക്കുന്നത്. നമ്മൾ ഓരോരുത്തരും ഈ ദൗത്യം വ്യക്തിപരമായി ഏറ്റെടുക്കേണ്ടതുണ്ട്. പ്രിയപ്പെട്ടവരെ, നിങ്ങളിവിടെ വന്നത് വേറൊരു ധ്യാനം കൂടാനല്ല.
നിങ്ങളിവിടെ വന്നത് വലിയൊരു ദൗത്യം പേറി തിരിച്ചു നിങ്ങളുടെ സോണുകളിലേക്കും സബ് സോണുകളിലേക്കും പ്രാർത്ഥനാ ഗ്രൂപ്പുകളിലേക്കും സമൂഹത്തിലേക്കും തിരിച്ചു പോകുന്നതിന് വേണ്ടി പരിശുദ്ധാത്മാവ് നിങ്ങളെ ഇവിടെ കൊണ്ടുവന്നതാണ്. നിങ്ങൾക്ക് അല്പമെങ്കിലും സ്നേഹം സഭയോടുണ്ടെങ്കിൽ, അല്പമെങ്കിലും സ്നേഹം പരിശുദ്ധാത്മാവിനോടുണ്ടെങ്കിൽ, അല്പമെങ്കിലും സ്നേഹം കത്തോലിക്ക കരിസ്മാറ്റിക് നവീകരണത്തിനോടുണ്ടെങ്കിൽ, നിങ്ങൾ ഈ ദൗത്യത്തെ അതിൻ്റെ എല്ലാ പ്രാധാന്യത്തോടും ഒത്ത് കൈക്കൊണ്ട് സ്വീകരിച്ച് നിങ്ങളുടേതാക്കി നിങ്ങൾ തിരിച്ചു പോകണം. നാളെ നിങ്ങൾ തിരിച്ചു പോകുമ്പോൾ വലിയ ഈ തീപ്പന്തം നിങ്ങളിൽ കത്തട്ടെ. ഈ തീപ്പന്തം നിങ്ങൾ പോകുന്ന സ്ഥലങ്ങളിലെല്ലാം തീ കത്തിക്കുവാനായിട്ടാണ്. പണ്ട് വിശുദ്ധ ഇഗ്നേഷ്യസ് ലോയോള വിശുദ്ധ ഫ്രാൻസിസ് സേവ്യറിനെ ഏഷ്യയിലേക്ക് അയച്ചപ്പോൾ പറഞ്ഞ ഒരു കാര്യമുണ്ട്. യു ഗോ and set the world on fire. നീ പോയി ലോകത്തെ തീ കത്തിക്കുക. ഇതേ വിളിയാണ് നിങ്ങൾക്ക് ഓരോരുത്തർക്കും ലഭിച്ചിരിക്കുന്നത്. നിങ്ങൾ പോയി നിങ്ങളുടെ സോണുകളെ, നിങ്ങളുടെ സബ് സോണുകളെ, നിങ്ങളുടെ പ്രാർത്ഥനാ ഗ്രൂപ്പുകളെ തീ കത്തിക്കുക. പ്രിയപ്പെട്ടവരെ, നമ്മുടെയൊക്കെ സോണും നമ്മുടെയൊക്കെ സബ് സോണും നമ്മുടെയൊക്കെ പ്രാർത്ഥനാ ഗ്രൂപ്പും നമ്മളിൽ ആശ്രയിക്കുന്നു. നിങ്ങൾ ഉറങ്ങിയാൽ ഉറങ്ങാൻ ഒത്തിരി പേര് കാത്തിരിക്കുക. നിങ്ങളുടെ നാൾ ലോകമുണരും. പ്രാർത്ഥനാ ഗ്രൂപ്പുകൾ, സോണുകൾ, സബ് സോണുകൾ ഉണരും. പരിശുദ്ധാത്മാവ് നിങ്ങളിൽ തീ കത്തിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുക. ആ തീയോടുകൂടി നിങ്ങൾ തിരിച്ചു പോകട്ടെ. കേരളത്തെ പറ്റി പരിശുദ്ധാത്മാവിന് വലിയൊരു ശക്തിയുണ്ട്, ഒരു പദ്ധതിയുണ്ട്. ആ പദ്ധതി നിറവേറ്റാൻ വിളിക്കപ്പെട്ടവരാണ് നിങ്ങൾ. വചനം, കരിസ്മാറ്റിക് നവീകരണം, പരിശുദ്ധാത്മാവിൻ്റെ ജ്ഞാനസ്നാനം ലോകം മുഴുവൻ എത്തിക്കാൻ വേണ്ടി വിളിക്കപ്പെട്ട ഒരു സഭയാണ് കേരളത്തിലെ സഭ. ഈ ദൗത്യം നമ്മൾ മനസ്സിലാക്കണം. നമ്മുടെ മനസ്സൊക്കെ ചെറുതായി പോകാതെ മനസ്സ് വലുതാകുക, വലുതായി ചിന്തിക്കുക, വലുതായി പ്രാർത്ഥിക്കുക. അപ്പം അതുകൊണ്ട് നമ്മൾ കരങ്ങളൊന്ന് ഉയർത്തുക, ആത്മാർത്ഥമായിട്ട്. നമ്മൾ ചിലപ്പോൾ നമ്മുടെയൊക്കെ സോണുകളിലും സബ് സോണിലും പ്രാർത്ഥനാ ഗ്രൂപ്പിലും ഒക്കെ നമുക്ക് പ്രത്യാശയൊക്കെ നഷ്ടപ്പെട്ട് നിരാശരായ അവസ്ഥയിൽ ഒന്നുമില്ലല്ലോ, എല്ലാം ക്ഷയിച്ചു പോയല്ലോ എന്നൊക്കെ പറഞ്ഞ അവസ്ഥയുണ്ടായിരിക്കാം. അതിനെപ്പറ്റി അനുതപിക്കുക. കാരണം ഒരിക്കലും നിരാശയില്ല. പരിശുദ്ധാത്മാവുള്ളിടത്ത് പ്രത്യാശയാണ്. കാർഡിനൽ സുവനൻസ് എഴുതിയ പുസ്തകം ദ ഹോളി സ്പിരിറ്റ്, ദ ഹോപ്പ്, പ്രത്യാശ. പരിശുദ്ധാത്മാവുള്ളിടത്ത് നമുക്ക് എപ്പോഴും പ്രത്യാശയുണ്ട്. അപ്പം അതുകൊണ്ട് നമ്മൾ എന്തെങ്കിലും നിരാശരായെങ്കിൽ നമ്മൾ അതിനെപ്പറ്റി അനുതപിച്ചുകൊണ്ട് കരങ്ങൾ ഉയർത്തിക്കൊണ്ട് നമ്മൾ പരിശുദ്ധാത്മാവിനൊരു വാഗ്ദാനം കൊടുക്കാൻ പോവുകയാണ്. പരിശുദ്ധാത്മാവേ, ഹല്ലേലൂയ. പരിശുദ്ധാത്മാവിനെ വിളിച്ചേ, പരിശുദ്ധാത്മാവേ കടന്നു വരണമേ. ഞങ്ങളിലൊക്കെയുള്ള തീ കത്തി ജ്വലിപ്പിക്കണമേ. ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ. യേശുവേ നന്ദി. യേശുവേ നന്ദി. ഹല്ലേലൂയ. ഹല്ലേലൂയ.